നമസ്കാരം. സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും തടവുകാരൻ ഗോവിന്ദചാമി ചാടിപ്പോയ സംഭവത്തെക്കുറിച്ച് പ്രത്യേക അന്വേഷണത്തിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർദ്ദേശം നൽകി. കേരള ഹൈക്കോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ, മുൻ സംസ്ഥാന പോലീസ് മേധാവി ജേക്കബ് പുന്നൂസ് എന്നിവരാണ് പ്രത്യേക അന്വേഷണം നടത്തുക. നിലവിൽ പോലീസ് അന്വേഷണവും വകുപ്പ് തല പരിശോധനകളും നടത്തുന്നുണ്ട്. ഇതിന് പുറമെയാണ് പ്രത്യേക അന്വേഷണ സംഘം ഈ സംഭവത്തെക്കുറിച്ച്, ഗോവിന്ദചാമി ചാടിപ്പോയ ജയിൽ ചാടിയ സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കുക. അതിനിടെ ഗോവിന്ദചാമിയെ കണ്ണൂരിൽ നിന്നും വിയ്യൂർ ജയിലിലേക്ക് മാറ്റിയിട്ടുണ്ട്. രാവിലെ 7 മണിയോടുകൂടിയാണ് വിയ്യൂരിലേക്ക് എത്തിച്ചത്. അതിനിടെ ഗോവിന്ദചാമി ജയിലിൽ മൊബൈൽ ഫോൺ ഉപയോഗിച്ചിരുന്നുവെന്ന് റിമാൻഡ് റിപ്പോർട്ടിലുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇയാളുടെ സഹ തടവുകാരെയും അന്വേഷണത്തിന്റെ ഭാഗമായി ചോദ്യം ചെയ്യും. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ഡാൻ കുര്യനും ഒപ്പം KV ബൈജുവും ചേരുന്നുണ്ട് കണ്ണൂരിൽ നിന്ന്. ആദ്യം ഡാനിലേക്കാണ്. ഡാൻ, ആഭ്യന്തര വകുപ്പിനെ സംബന്ധിച്ച് ഏറെ നാണക്കേടുണ്ടാക്കിയ കേസാണ്. കാരണം പ്രതിപക്ഷം ഇതൊരു വലിയ രാഷ്ട്രീയ ആയുധമാക്കുന്നുണ്ട്. പ്രത്യേകിച്ചും കണ്ണൂർ സെൻട്രൽ ജയിലിൽ ഭരിക്കുന്നത് അവിടുത്തെ രാഷ്ട്രീയ തടവുകാരാണ്, പ്രതികളാണ് എന്നൊരു ആരോപണം കഴിഞ്ഞ ദിവസം തന്നെ പ്രതിപക്ഷം ഉന്നയിച്ചു. ഇതോടൊപ്പം ആഭ്യന്തര വകുപ്പിന്റെ ഗുരുതരമായിട്ടുള്ള വീഴ്ചയാണ് ഗോവിന്ദചാമിയെ പോലുള്ള ഒരു കൊടും ക്രിമിനൽ രക്ഷപ്പെടാൻ കാരണമായതെന്ന ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണല്ലോ ഉയർന്നു വരുന്നത്, വിമർശനങ്ങളാണല്ലോ ഉയർന്നു വരുന്നത്. ഇപ്പോൾ എന്തായാലും മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രത്യേക അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട്. ഏതൊക്കെ തലങ്ങളിലായിരിക്കും അന്വേഷണം നടക്കുക? ഡാൻ, ഉന്നതതല യോഗത്തിന് ശേഷമാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതായത് ചീഫ് സെക്രട്ടറിയും സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖറും അതോടൊപ്പം ജയിൽ മേധാവി ബൽറാം കുമാർ ഉപാധ്യായ, ഇന്റലിജൻസ് മേധാവി P വിജയൻ ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥരാണ് ഈ യോഗത്തിൽ പങ്കെടുത്തത്. അതായത് നിലവിലെ ജയിലുകളുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദമായി തന്നെ ചർച്ച ചെയ്യപ്പെട്ടു. അതിലെടുത്തിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട തീരുമാനമാണ്, നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട കണ്ണൂർ സിറ്റി പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്. അതിന് പുറമെയാണ് 2 ഉന്നത ഉദ്യോഗ, അതായത് റിട്ടയർഡ് ഹൈക്കോടതി ജസ്റ്റിസ് കൂടിയായ ഒരു റിട്ടയർഡ് ഹൈക്കോടതി ജസ്റ്റിസും അതോടൊപ്പം മുൻ ജയിൽ വകുപ്പ് മേധാവി കൂടിയുമായിരുന്ന അലക്സാണ്ടർ ജേക്കബിനെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ സമിതിക്ക് അവർ നേതൃത്വം നൽകിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഏത് തരത്തിലായിരിക്കും അവരുടെ തുടരന്വേഷണം, ആ അന്വേഷണത്തിൽ നൽകുന്ന റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഈ വിഷയത്തിൽ എന്താണ് സംഭവിച്ചത് എന്ന കാര്യത്തിലൊക്കെ ഒരു വ്യക്തത ഇവരെയുള്ളൂ. ക്ഷമിക്കണം, അതായത് മുൻ സംസ്ഥാന പോലീസ് മേധാവി ജേക്കബ് പുന്നൂസാണ്. അദ്ദേഹത്തോടൊപ്പം ജസ്റ്റിസ് റിട്ടയർഡ് CN രാമചന്ദ്രൻ നായർ ഇവർ അടങ്ങുന്ന സമിതിയായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട വിശദമായ അന്വേഷണം നടത്തി സർക്കാരിന് അടിയന്തരമായ റിപ്പോർട്ട് സമർപ്പിക്കുക. അതോടൊപ്പം ജയിലുകളിലെ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി അടിയന്തരമായ ചില ഇടപെടലുകൾ വേണ്ടിവരും എന്നാണ് ഈ യോഗത്തിൽ ഉയർന്നിരിക്കുന്ന ഒരു പൊതുവായ ധാരണ. അതിന് പ്രകാരം വരുന്ന 3 മാസത്തിനകത്ത് സംസ്ഥാനത്തെ 4 പ്രധാനപ്പെട്ട ജയിലുകളിൽ ഈ ഇലക്ട്രിക് ഫെൻസിങ് അത് കൃത്യമായി തന്നെ ഉറപ്പുവരുത്തും. അതോടൊപ്പം ഈ അതീവ സുരക്ഷാ ജയിലുകളിൽ ഈ ഇൻ്റലിജൻ്റ് CCTV ക്യാമറ സംവിധാനം, അതായത് സൂക്ഷ്മതലത്തിൽ പരിശോധനകൾ നടത്താൻ ശേഷിയുള്ള ഇൻ്റലിജൻ്റ് CCTV ക്യാമറ സംവിധാനങ്ങൾ പ്രവർത്തന സജ്ജമാക്കും. മാത്രവുമല്ല, വിയ്യൂർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് ഈ കൊടും ക്രിമിനലുകളായ പാർപ്പിച്ചിരിക്കുന്ന അതീവ സുരക്ഷാ സെല്ലുകളുണ്ട്. അവിടെയുള്ള ഈ പ്രതികളെ, തടവുകാരെ അന്തർ സംസ്ഥാന ജയിലുകളിലേക്ക് മാറ്റുന്ന കാര്യത്തെക്കുറിച്ചും വിശദമായ കൂടിയാലോചനകൾ ഇന്നത്തെ യോഗത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതോടൊപ്പം ജയിൽ ജീവനക്കാർ ഇത്തരം സംഭവങ്ങളിൽ ആരോപണ വിധേയരാകുന്ന പശ്ചാത്തലത്തിൽ 5 വർഷത്തിൽ ഒരിക്കൽ ഈ ജീവനക്കാരെ മാറ്റി മറ്റ് സ്ഥലങ്ങളിലേക്ക് സ്ഥലം മാറ്റുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളെക്കുറിച്ചും ഇന്നത്തെ യോഗത്തിലൊരു ധാരണയായിട്ടുണ്ട്. അതായത് ഇപ്പോൾ കേൾക്കേണ്ടി വന്ന ആക്ഷേപം ഇനി ഒരിക്കലും ഉണ്ടാകാൻ ഇടയില്ലാത്ത തരത്തിൽ കുറ്റമറ്റ സംവിധാനങ്ങൾ ഉറപ്പാക്കിക്കൊണ്ട് ജയിലുകളുടെ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അടിയന്തരമായി ഇടപെടൽ വേണമെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ യോഗത്തിൽ ആവശ്യപ്പെട്ടത്. അതിന് പ്രകാരമാണ് വരുന്ന 3 മാസത്തിനകം സംസ്ഥാനത്തെ 4 പ്രധാനപ്പെട്ട ജയിലുകളിൽ ഇതുമായി ബന്ധപ്പെട്ട അതീവ സുരക്ഷാ സംവിധാനങ്ങൾ സജ്ജമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടലുകൾ ആരംഭിച്ചിരിക്കുന്നത്. ഡാൻ സൂചിപ്പിച്ചതുപോലെ ഈ 3 മാസത്തിനുള്ളിൽ ഇലക്ട്രിക് ഫെൻസിങ് അടക്കം എല്ലാ ജയിലുകളിലും, ഈ പ്രധാനപ്പെട്ട സെൻട്രൽ ജയിലുകളിലെല്ലാം ഘടിപ്പിക്കും. അതോടൊപ്പം CCTV നിരീക്ഷണം ശക്തമാക്കുന്നു എന്ന് പറയുന്നുണ്ട്. ജയിലിനകത്ത് തടവുകാർക്ക് ലഭ്യമാകുന്ന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ നടപടിയുണ്ട്. പക്ഷേ ഇവിടെയും ഒരു പ്രധാനപ്പെട്ട പ്രശ്നം നമുക്കറിയാം. ഈ ഗോവിന്ദചാമിയുടെ കേസെടുത്ത് നോക്കിയാൽ ആ സെല്ലിനകത്ത് 2 പേരുണ്ടായിരുന്നു. ഗോവിന്ദചാമി കൂടാതെ മറ്റൊരു സഹതടവുകാരനുണ്ടായിരുന്നു. ഇതുപോലുള്ള കൊടും ക്രിമിനലുകളെ ഏകാന്ത ജയിലിലല്ലേ പാർപ്പിക്കേണ്ടത്? ഇപ്പോൾ ഇത്തരമൊരു സംഭവവികാസം ഉണ്ടായതിൻ്റെ അടിസ്ഥാനത്തിലാണ് വിയ്യൂരിലേക്ക് മാറ്റിയപ്പോൾ
ഗോവിന്ദചാമിയെ ഏകാന്ത തടവിൽ പാർപ്പിക്കാനുള്ള തീരുമാനമുണ്ടായിരിക്കുന്നത്? ഇതുപോലുള്ള പ്രത്യേകിച്ച് ലൈംഗിക വൈകൃതമുള്ള വ്യക്തികൾക്ക് ഇതുപോലെ ഏകാന്ത തടവല്ലേ വേണ്ടത്? അത്തരമൊരു നടപടിയൊക്കെ ഉണ്ടാകുമോ? അത് നമുക്ക് കണ്ടറിയേണ്ടതുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു നടപടി നേരത്തെ സ്വീകരിക്കാതിരുന്നത്? ഇപ്പോൾ ഒരു ഗുരുതരമായ സുരക്ഷാ വീഴ്ച ഉണ്ടാകുന്നതുവരെ കാത്തു നിൽക്കേണ്ടിയിരുന്നോ? ഇതിൽ കൃത്യമായ സുരക്ഷിതത്വം വർദ്ധിപ്പിക്കാൻ എന്ന കാര്യങ്ങളൊക്കെ വലിയ തരത്തിൽ ആക്ഷേപമായി ഉന്നയിക്കപ്പെടുന്നുണ്ട്. പക്ഷേ അതിൽ ജയിൽ വകുപ്പ് അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദീകരണങ്ങളൊന്നും നൽകിയിട്ടില്ല. സുരക്ഷാ വീഴ്ചയിൽ ജീവനക്കാരുടെ പങ്ക് കൂടി ലഭിച്ചതുകൊണ്ടാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത് എന്നൊരു വിലയിരുത്തലിലേക്കാണ് അന്വേഷണം എത്തുന്നതെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. കാരണം അത്തരത്തിൽ ജീവനക്കാരുടെ ഒരു അറിവില്ലാതെ ഇങ്ങനെയൊരു കാര്യം ഒരു കാരണവശാലും ഒരു പ്രതിക്കും ചെയ്യാനാവില്ല എന്നൊരു വിലയിരുത്തൽ ജയിൽ വകുപ്പിന് ഉണ്ടെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. അതുകൊണ്ട് തന്നെയാണ് സമഗ്രമായ അന്വേഷണം ഈ കാര്യത്തിൽ നടക്കുമെന്നും അതോടൊപ്പം ഈ വീഴ്ച വരുത്തിയവർക്കെതിരെ മുഖം നോക്കാതെ നടപടി ഉറപ്പുവരുത്തുമെന്നും കൂടി ജയിൽ മേധാവി ഇന്നലെ നമ്മളോട് തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ പ്രതികളെ ഈ പാർപ്പിക്കുന്ന സ്ഥലങ്ങളുടെ സുരക്ഷിതത്വം ഉറപ്പിക്കുന്നതിനപ്പുറത്ത് ജീവനക്കാരുടെ കൃത്യമായ പ്രവർത്തനം, അതായത് അവരുടെ ദൈനംദിന പ്രവർത്തനങ്ങൾ ഏത് തരത്തിലാണ്, തടവുകാരുമായിട്ടുള്ള ഇടപെടൽ എങ്ങനെയാണ്, ഏതെങ്കിലും തരത്തിലുള്ള വഴിവിട്ട സൗഹൃദങ്ങൾ ഏതെങ്കിലും തടവുകാരുമായി ജയിൽ ജീവനക്കാർ രഹസ്യമായി സൂക്ഷിക്കുന്നുണ്ടോ, ഇതടക്കമുള്ള കാര്യങ്ങളിലേക്ക് കൂടി ഈ അന്വേഷണം ഇപ്പോൾ നീളുന്നത്. യെസ്, വ്യക്തമാണ്. അത് KV ബൈജു കൂടി ചേർന്നുണ്ട്. ഡാൻ തുടരുക ബൈജുവിലേക്ക്. ബൈജു, ഇവിടെ ഇപ്പോൾ വിയൂർ ജയിലിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതോടൊപ്പം റിമാൻഡ് റിപ്പോർട്ടിൽ വളരെ ഗുരുതരമായിട്ടുള്ള ചില വിഷയങ്ങളാണ് ഉയർന്നിരിക്കുന്നത്. അതായത് ഗോവിന്ദചാമി ജയിലിൽ മൊബൈൽ ഫോൺ ഉപയോഗിച്ചിരുന്നു എന്ന് പറയുന്നുണ്ട്. ഇയാളുടെ മൊഴികളിൽ, അതായത് ഗോവിന്ദചാമിയുടെ മൊഴികളിൽ കണ്ണൂർ സെൻട്രൽ ജയിലിൽ എന്തും നടക്കും, അതായത് പണം കൊടുത്താൽ എന്തും നടക്കും എന്ന ചില വെളിപ്പെടുത്തൽ കൂടി ഉണ്ടല്ലോ. പ്രത്യേകിച്ച് സെൻട്രൽ ജയിലിൽ തടവ് പുള്ളികൾക്ക് എല്ലാ സൗകര്യങ്ങളും, കഞ്ചാവും മറ്റ് ലഹരി വസ്തുക്കളും ഒക്കെ സുലഭമാണ് എന്ന് ഗോവിന്ദചാമി പറയുമ്പോൾ അതീവ ഗൗരവത്തോടെ കാണേണ്ട വിഷയമല്ല. എന്താണ് റിമാൻഡ് റിപ്പോർട്ടിലുള്ളത്? തീർച്ചയായും ടോമെ, നമ്മുടെ ജയിലുകൾ, കേരളത്തിലെ ജയിലുകൾ അത് സുഖവാസ കേന്ദ്രമാകുന്നു എന്നാണ് ഗോവിന്ദചാമിയുടെ ഈ റിമാൻഡ് റിപ്പോർട്ട് വായിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് മൊബൈൽ ആവശ്യത്തിന് മൊബൈൽ ഉപയോഗം, അതോടൊപ്പം ലഹരി ഉപയോഗം, ജയിലുകളിൽ ലഹരി ഉപയോഗം വ്യാപകമാണെന്നാണ് ഈ ഗോവിന്ദചാമിയുടെ മൊഴി. അതോടൊപ്പം ഈ മൊബൈൽ പുറത്ത് പാലക്കാടുള്ള ഒരാളെ ഇയാൾ ഫോണിൽ ബന്ധപ്പെട്ടു. ഇത്തരത്തിൽ ശെൽവം എന്ന് പറയുന്ന ഒരാളുമായാണ് ഇയാൾ ബന്ധപ്പെട്ടത്. ഇത്തരം കാര്യങ്ങളൊക്കെ പുറത്ത് വരുന്നുണ്ട്. ഏതായാലും ഇപ്പോൾ ഈ ജീവനക്കാരുടെ മൊഴിയെടുപ്പ് ഇപ്പോൾ പൂർത്തിയായിട്ടുണ്ട്. അതുപോലെ തന്നെ സഹതടവുകാരുടെ മൊഴിയെടുപ്പും ഇപ്പോൾ പൂർത്തിയായിട്ടുണ്ട്. എന്നാലും റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത് ഇത്തരം കാര്യങ്ങളാണ്. അതായത് ഇയാൾക്ക് ഇവിടെ ജയിലിൽ ലഹരി യഥേഷ്ടം ലഭിച്ചിട്ടുണ്ട്. ഒപ്പം മൊബൈൽ ഫോൺ വിളിക്കാനുള്ള സൗകര്യം, അതായത് സ്മാർട്ട് ഫോൺ വിളിക്കാനുള്ള സൗകര്യം, അത്തരത്തിൽ സ്മാർട്ട് ഫോൺ ഉപയോഗിക്കാനുള്ള സൗകര്യം ഒക്കെ ഇയാൾക്ക് കിട്ടിയിട്ടുണ്ട്. അതായത് ഒരു കൊടും ക്രിമിനലാണ്, 65ഓളം കൊടും ക്രിമിനലുകളാണ് ഈ ഒരു ഭാഗത്തായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇയാൾക്ക് ഇത്തരം സൗകര്യങ്ങളൊക്കെ ലഭിച്ചിട്ടുണ്ടെന്ന് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഈ ജയിലുള്ള മറ്റ് സാധാരണ തടവുകാർക്ക് എത്രത്തോളം സുഖ സൗകര്യങ്ങൾ കിട്ടുന്നുണ്ടെന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. എന്തായാലും പോലീസിന്റെ ഒരു അന്വേഷണം, അതോടൊപ്പം ജയിൽ വകുപ്പിന്റെ ഒരു അന്വേഷണം, ഇങ്ങനെ രണ്ട് അന്വേഷണമാണ് ഇപ്പോൾ നടക്കുന്നത്. ഈ കാര്യത്തിൽ ഒരുപാട് ദുരൂഹത ഇപ്പോഴും ഉയർന്നു വരുന്നുണ്ട്. ഇയാളുടെ മൊഴി പൂർണ്ണമായും പോലീസ് വിശ്വസിച്ചിട്ടില്ല. ഇയാൾ പ്രധാനമായും പറഞ്ഞത് ഒരു ജയിൽ മാറ്റം ആഗ്രഹിക്കുന്നു, അതുകൊണ്ട് ഇങ്ങനെ ഒരു ജയിൽ ചാട്ടം ഉണ്ടായെന്നാണ്. ജയിലിൽ നിന്നും ഇങ്ങനെ ജയിൽ ഉണ്ടായാൽ, തടവ് പിടികൂടിയാൽ മറ്റൊരു ജയിലിലേക്ക് മാറ്റും എന്ന് ഇയാളുടെ ഒരു ഉപദേശം പറഞ്ഞു എന്നാണ് പറയുന്നത്. മറ്റൊരു കാര്യം ഇയാൾ പറഞ്ഞത് ഇയാൾ രക്ഷപ്പെട്ട് പോകാൻ ശ്രമിച്ചത് തമിഴ്നാട്ടിലേക്ക് എന്നാണ്. പക്ഷേ അതിനും അപ്പുറം ഇയാൾ വലിയൊരു കവർച്ച പദ്ധതി ഇട്ടിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത്തരത്തിൽ അതിനുവേണ്ടിയായിരിക്കാം ഒരു പക്ഷേ പാലക്കാട്ടുള്ള ഇയാളെ സുഹൃത്തായ ശെൽവനെ ഈ ബന്ധപ്പെട്ടതും എന്ന് മനസ്സിലാക്കുന്നു. ഇതിൽ കൂടുതൽ വിവരങ്ങൾ ഇനി പുറത്തു വരാനുണ്ട്. ഇയാൾക്ക് ഈ ജയിലിനകത്ത് നിന്നും എന്തെങ്കിലും സൗകര്യങ്ങൾ ആരെങ്കിലും ചെയ്തു കൊടുത്തിട്ടുണ്ടോ, ഈ ജയിൽ ചാട്ടത്തിന് ഉദ്യോഗസ്ഥ തലത്തിൽ സൗകര്യം നൽകിയിട്ടുണ്ടോ, അത്തരം കാര്യങ്ങളൊക്കെ അറിയാണ്ട് ഒരാൾ ഇയാളെ സഹായിച്ചു എന്നാണ് പറയുന്നത്. പോലീസിന്റെ അന്വേഷണത്തിൽ ഇപ്പോൾ കണ്ടെത്താൻ സാധിച്ചത് 4 തടവ് പുള്ളികൾ ഇയാളെ ഈ ജയിൽ ചാടുന്ന അറിയാം. ഇയാൾക്ക് സഹായം ചെയ്തു കൊടുത്തിട്ടുണ്ട്. ആക്സോ ബ്ലേഡ് ഉൾപ്പെടെ ഇയാൾക്ക് നൽകിയിട്ടുണ്ട്. എന്നാലും ഇയാൾക്കെതിരെ കുരുക്കുമുറുക്കുന്ന ഒരു സാഹചര്യം പോലീസിന്റെ ഭാഗത്ത്. കണ്ണൂർ സെൻട്രൽ ജയിലിലെ ജയിൽ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ഉണ്ടായിരുന്നു, സസ്പെൻഡ് ചെയ്തിരുന്നു. കൂടുതൽ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ഉണ്ടാകുമോ? കാരണം കണ്ണൂർ സെൻട്രൽ ജയിലിൽ ഇത്തരം വഴിവിട്ട പല
ഇടപാടുകളും നടക്കുന്നുണ്ട്. പണം കൊടുത്തു കഴിഞ്ഞാൽ എന്ത് നടക്കുമെന്ന് ഒരു കൊടും കുറ്റവാളി, ഒരു ക്രിമിനലാണ്, ഒരു പ്രതിയാണ് ഇത്തരം വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ വിശദമായി ഇതുമായി ബന്ധപ്പെട്ട ചോദ്യം ചെയ്യലൊക്കെ ആവശ്യമല്ലേ? ഇപ്പൊ നിലവില് ഗോവിന്ദച്ചാമിയുടെ സെല്ലിലുണ്ടായിരുന്ന സഹതടവുകാരനെ ചോദ്യം ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. മറ്റ് തടവുകാരെയും വിശദമായി തന്നെ ചോദ്യം ചെയ്യുന്ന നടപടികളിലേക്ക് കടക്കുമോ? തീർച്ചയായും അത്തരം നടപടികളിലേക്ക് ഇപ്പോൾ പോലീസ് കടന്നിട്ടുണ്ട്. നിലവിൽ 4 പേർക്കെതിരെ മാത്രമാണ് സസ്പെൻഷൻ നടപടി സ്വീകരിച്ചിരിക്കുന്നത്. ഒരുപാട് വീഴ്ചകൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അന്വേഷിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒന്ന്, 24 മണിക്കൂറും ഇത്തരത്തിൽ CCTV ക്യാമറ നിരീക്ഷിക്കേണ്ടതുണ്ട്. അത്തരം നിരീക്ഷണം ഉണ്ടായിട്ടില്ല. ഇയാൾ ഏതെങ്കിലും തരത്തിൽ ജയിൽ ചാടിയത് CCTV വഴി ഏറ്റവും ഒടുവിൽ CCTV പരിശോധിച്ചപ്പോഴാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. അതായത് കൃത്യമായ ഈ നിരീക്ഷണം രാത്രി ഉണ്ടായിരുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. അതോടൊപ്പം ഈ ഇലക്ട്രിക് ഫെൻസിംഗ് അത് ഇതുവരെ 1 മാസത്തോളമായി ഇത്തരത്തിൽ തകരാറായി. അത് നന്നാക്കാനുള്ള നടപടി ഉണ്ടായിട്ടില്ല. അതും ഇയാൾക്ക് ഇവിടെ നിന്നും ജയിൽ ചാടാൻ എളുപ്പമായി എന്ന് പറയേണ്ടി വരും. ഒരുപാട് ഇത്തരത്തിലുള്ള വീഴ്ചകൾ, ഗുരുതരമായ വീഴ്ചകൾ ജയിലധികൃതരുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടും 4 പേർക്കെതിരെ മാത്രമാണ് നടപടി ഉണ്ടായിട്ടുള്ളത്. കൂടുതൽ പോലീസ് ഈ ജയിൽ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ഉണ്ടായേക്കുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിൽ പോലീസ് ഇപ്പോൾ ഇയാൾക്കെതിരെ ഈ പൊതുമുതൽ നശിപ്പിച്ചതിന്, അതായത് ജയിലിന്റെ അഴി ഇത്തരത്തിൽ മുറിച്ച ഒരു സാഹചര്യത്തിൽ പൊതുമുതൽ നശിപ്പിച്ചതിന് ഇപ്പോൾ കേസ് കൂടി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. നിലവിൽ ആദ്യം ഇയാൾക്ക് ജയിൽ ചാടിയതിന് മാത്രമാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത്. അതായത് ഒരു 6 മാസം തടവ് മാത്രം ശിക്ഷ ലഭിക്കാവുന്ന ഒരു കുറ്റമാണത്. അതിനുമപ്പുറം ഇയാളെ PDPP ആക്ട് പ്രകാരം കൂടുതൽ വകുപ്പുകൾ ഉൾപ്പെടുത്തി, ഇത്തരത്തിലുള്ള കൂടുതൽ വകുപ്പുകൾ ഉൾപ്പെടുത്തി ഇയാൾക്കെതിരെ കേസ് എടുത്തിട്ടുണ്ട്. എന്തായാലും ഇന്ന് രാവിലെ 7:30 കൂടിയാണ് ഇത്തരത്തിൽ വിയൂർ സെൻട്രൽ ജയിലിലേക്ക് ഇയാളെ മാറ്റിയത്. അതീവ സുരക്ഷാ സംവിധാനത്തോടു കൂടി കൂടുതൽ പോലീസിനെ ഉപയോഗിച്ചാണ് ഇത്തരത്തിൽ മാറ്റം ഉണ്ടായത്. എന്തായാലും റോഡ് മാർഗമായിരുന്നു ഇന്ന് ഇത്തരത്തിൽ വിയൂറിലേക്ക് കൊണ്ടുപോയത്. വിയൂറിൽ ഇയാൾ ഏകാന്ത തടവുകാരനായാണ് വിയൂറിൽ ഇയാളെ പാർപ്പിക്കാൻ പോകുന്നത്. ഇയാൾക്ക് ആരെങ്കിലുമായി സംസാരിക്കാനോ അതുപോലെ തന്നെ സഹതടവുകാരുമായി ബന്ധപ്പെടാനോ സാഹചര്യമില്ലാത്ത രീതിയിൽ ഒറ്റ മുറിയിൽ ഇത്തരത്തിൽ ഏകാന്ത തടവുകാരനായി ഇയാൾ ഇത്തരത്തിൽ ഇതാക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഇയാൾക്ക് ഭക്ഷണമൊക്കെ ജയിലിലേക്ക് തന്നെ എത്തിക്കുന്ന സാഹചര്യം, അതായത് പുറത്ത് ഏതെങ്കിലും തരത്തിൽ പുറത്ത് കൊണ്ടുപോകാത്ത രീതിയിൽ ഒരു ജയിലിന്റെ അകത്ത് അങ്ങനെ ഇടാനാണ് ഇപ്പോൾ ഈ തീരുമാനമായിട്ടുള്ളത്. 56ഓളം കൊടും ക്രിമിനലുകളാണ് ഇയാളെ പാർപ്പിക്കുന്ന സെല്ലിന് സമീപത്തൊക്കെ ആയുള്ളത്. എന്നാലും ഇയാൾ വലിയൊരു കവർച്ചാ പദ്ധതി ഇട്ടിട്ടുണ്ട്. അത് മാത്രമല്ല ഇയാൾ ഏത് രീതിയിലും സ്ത്രീകളെ ഉപദ്രവിക്കുന്ന ഒരാളാണ്. അത്തരം ഉപദ്രവവും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു വഴി ഇയാൾ ഉണ്ടാവട്ടെ. അത് പോലീസിന്റെ കൃത്യമായ ഇടപെടൽ 4 മണിക്കൂറിനകം തന്നെ ഇയാളെ പിടികൂടിയത് തന്നെയാണ് ഇതിൽ ഏറ്റവും വലിയ ആശ്വാസം. ഒപ്പം അതിനിടയിൽ തന്നെ ഇത്തരത്തിലുള്ള ദുരൂഹതകൾ ഇപ്പോഴും ഇതിൽ ഒരുപാട് ബാക്കിയുണ്ട്. ഒരുപാട് ചോദ്യങ്ങൾ ഇതിൽ ബാക്കിയുണ്ട്. ഇയാൾക്ക് പുറത്തുനിന്ന് മറ്റു കൂടുതൽ സഹായം ചെയ്തിട്ടുണ്ടോ, അകത്തു നിന്ന് ആരൊക്കെ സഹായം ചെയ്തു, ഉദ്യോഗസ്ഥ തലത്തിൽ ഏത് രീതിയിൽ ഇയാൾക്ക് സഹായം ലഭിച്ചു എന്നൊക്കെ. കാരണം 2 ബാരലുകൾ, അതായത് ആദ്യ ചുറ്റുമതിൽ കടക്കാൻ ഇയാൾ 2 ബാരലുകൾ സംഘടിപ്പിച്ചിരുന്നു. ഈ ബാരലിൽ എങ്ങനെയാണ് അതീവ സുരക്ഷാ മേഖലയായ ഈ ഇതിലേക്ക് എത്തിയെന്ന് കണ്ടെത്തേണ്ടതുണ്ട്. അവിടെ നിർമ്മാണം നടക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായി കൊണ്ടുവച്ച ബാരലെന്ന് ഒക്കെ പറയുന്നുണ്ട്. തീർച്ചയായും അതൊക്കെ ആരുടെയൊക്കെ സഹായം ഉണ്ടായിട്ടുണ്ടോ? ഈ ജയിൽ ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് സഹായം വന്നിട്ടുണ്ടോ? മാത്രമല്ല ഗോവിന്ദച്ചാമിക്ക് ഫോൺ വിളിക്കാനുള്ള സൗകര്യമൊക്കെ നൽകിയത് ആരാണ്? പുറമെ നിന്ന് സഹായങ്ങൾ വന്നിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അന്വേഷിക്കേണ്ടതാണ്. ഡാൻ കുര്യനിലേക്ക് ഒരിക്കൽ കൂടി. ഡാൻ, ഇവിടെ പ്രത്യേക സംഘം അന്വേഷിക്കുന്നുണ്ട്. അതായത് ജസ്റ്റിസ് CN രാമചന്ദ്രനും ജേക്കബ് പുന്നൂസും അടങ്ങുന്ന ഉന്നതരാണ് ഈ സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കാൻ വരുന്നത്. ഗോവിന്ദച്ചാമിയുടെ ജയിൽ ചാട്ടം മാത്രമായിരിക്കും അവരുടെ അന്വേഷണ പരിധിയിൽ വരിക, അതോ ഈ ജയിലുകളിൽ അനധികൃതമായി ഇത്തരം വഴിവിട്ട പല സഹായങ്ങളും തടവ് പുള്ളികൾക്ക് നൽകുന്നുണ്ട്? നേരത്തെ മുതൽ തന്നെ പ്രത്യേകിച്ചും CPM പ്രവർത്തകരായിട്ടുള്ള തടവ് പുള്ളികൾക്ക് വഴിവിട്ട സഹായങ്ങൾ നൽകുന്ന ആക്ഷേപം മുൻപ് തന്നെ ഉള്ളതാണ്. പലർക്കും ഫോൺ വിളിക്കാനുള്ള സൗകര്യം, കൊടിസുനിയെ പോലുള്ള രാഷ്ട്രീയ തടവുകാർക്ക്, ക്രിമിനലുകൾക്ക് ഈ രീതിയിലുള്ള സഹായങ്ങളൊക്കെ നൽകുന്നുണ്ട് എന്ന ആക്ഷേപമൊക്കെ നേരത്തെ തന്നെ ഉയർന്നതാണ്. ഇക്കാര്യങ്ങളൊക്കെ ഈ അന്വേഷണ പരിധിയിൽ വരുമ്പോൾ, മാത്രമല്ല ഈ അന്വേഷണ റിപ്പോർട്ട് ഇത്ര നാളിനുള്ളിൽ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് നിർദ്ദേശം മറ്റുമുണ്ടോ? നമുക്ക് കൃത്യമായ ഒരു ധാരണ ഇതുവരെ ലഭിച്ചിട്ടില്ല. പക്ഷേ ഇപ്പോൾ ഈ അന്വേഷണം നടക്കാൻ പോകുന്നത് ഇപ്പോൾ ഈ സംഭവം ഉണ്ടായിരിക്കുന്ന കണ്ണൂർ സെൻട്രൽ ജയിലിലെ സുരക്ഷാ വീഴ്ചയുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചാണ്.
ആ മുഖ്യമന്ത്രിയുടെ യോഗത്തിൽ നേതൃത്വത്തിൽ ചേർന്ന ഉന്നതതല യോഗത്തിൽ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ തന്നെ നിയോഗിക്കാനുള്ള തീരുമാനമുണ്ടായിരിക്കുന്നത്. അവർ പ്രധാനമായി ഇപ്പോഴുണ്ടായിരിക്കുന്ന ഈ സുരക്ഷാ വീഴ്ചയെ സംബന്ധിച്ചായിരിക്കും വിശദമായ അന്വേഷണം നടത്തുക. അതോടൊപ്പം ഒരു ഉപദേശകം എന്ന രൂപത്തിൽ ഇത്തരത്തിൽ ഏതൊക്കെ തരത്തിൽ ഈ സുരക്ഷാ വീഴ്ചകൾ തടയുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കാം പ്രധാനപ്പെട്ട ജയിലുകളിൽ എന്ന കാര്യത്തെക്കുറിച്ചടക്കമുള്ള പരാമർശങ്ങൾ അവരുടെ റിപ്പോർട്ടിൽ ഉണ്ടാകാൻ തന്നെയാണ് സാധ്യത. അങ്ങനെയാണെങ്കിൽ അവർ ഈ ജയിലുകളിൽ സന്ദർശനം നടത്തിക്കൊണ്ട് ഏത് തരത്തിൽ ഇവിടുത്തെ ഈ സുരക്ഷാ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാം എന്നതടക്കമുള്ള കാര്യങ്ങൾ ഒരു കൃത്യമായ ഇടപെടൽ നേരിട്ട് തന്നെ അവരുടെ ഭാഗത്തു നിന്ന് JK പുന്നൂസിൻ്റെയും അതോടൊപ്പം തന്നെ റിട്ടയർഡ് ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായരുടെ ഭാഗത്തു നിന്നുണ്ടാകുമെന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. വ്യക്തമാണ്. ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. KB ബൈജുവിലേക്ക് ഒരിക്കൽ കൂടി. ബൈജു, എന്തായാലും ഈ ആഭ്യന്തര തലത്തിലുള്ള അന്വേഷണത്തിന് പുറമെയാണ് ഉന്നതതല സംഘം അന്വേഷിക്കാൻ എത്തുന്നത്. ഇവിടെ പ്രധാനമായും വഴിവിട്ട പല സഹായങ്ങളും തടവ് പുള്ളികൾക്ക് നൽകുന്നുണ്ടെന്ന ആക്ഷേപം. ഗോവിന്ദചാമിക്ക് സഹായം നൽകിയെന്ന് തന്നെ മനസ്സിലാക്കണം. കാരണം ഫോൺ ഉപയോഗിക്കുന്നുണ്ട്. ഇയാൾ എങ്ങനെയാണ് പുറത്തേക്ക് ഇറങ്ങിയത്, ഇതിൽ ജയിൽ ഉദ്യോഗസ്ഥരുടെ സഹായം ഉണ്ടായിട്ടുണ്ടോ, മറ്റ് തടവ് പുള്ളികളുടെ സഹായം ഉണ്ടായിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ അന്വേഷിക്കേണ്ടതാണ്. പ്രാഥമികമായി എന്താണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്? പ്രത്യേകിച്ചും ഈ ജയിൽ ഉദ്യോഗസ്ഥർക്കെതിരെ ഒരു നടപടി ഉണ്ടായിട്ടുണ്ട്, സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അതിനപ്പുറം ഉന്നത തലത്തിൽ ഒരു നടപടി, ഉന്നത ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ഉണ്ടാകുമോ? തീർച്ചയായും അത്തരം നടപടികളിലേക്ക് കടക്കുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ടോമെ, ഇതിൽ ഏറ്റവും പ്രധാനം ഈ ഗോവിന്ദചാമി നൽകിയ പല മൊഴികളുമാണ്. അതിൽ ഏറ്റവും പ്രധാനം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതാണത്. അതായത് ഈ ജയിലിനകത്ത് മദ്യവും അതുപോലെ തന്നെ ലഹരി വസ്തുക്കളും യഥേഷ്ടം ലഭിക്കുന്നുണ്ട് എന്ന ഒരു മൊഴി ഇയാൾ നേരത്തെ തന്നെ നൽകിയിട്ടുണ്ട്. ഒരുപക്ഷെ നേരത്തെ നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ്. മൊബൈൽ ഫോൺ ഉപയോഗമൊക്കെ ഇത്തരത്തിൽ ജയിലിൽ നേരത്തെയും പിടിക്കപ്പെട്ടതാണ്. പിന്നീട് അത് വീണ്ടും അതേപോലെ തുടരുന്നൊരവസ്ഥയാണ്. ഇത്തരത്തിൽ മൊബൈൽ ഫോൺ ഉപയോഗം വ്യാപകമായി ഇവിടെ ഉണ്ട് എന്നാണ് ഈ ഗോവിന്ദചാമിയുടെ മൊഴി. അതോടൊപ്പം പണം നൽകിയാൽ ഇത്തരത്തിൽ ലഹരി വസ്തുക്കൾ യഥേഷ്ടം ലഭിക്കുമെന്നാണ് ഇയാൾ മൊഴി നൽകിയിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ ജയിലിൽ ഇത്തരത്തിലുള്ള കച്ചവടം തന്നെ നടത്തുന്ന ഒരു സംഘമുണ്ടെന്ന് വേണം ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ. എന്തായാലും ഇത്തരം സംഘങ്ങൾ ഉണ്ടാകുമ്പോൾ തന്നെ ഇത്തരം ജയിൽ ചാട്ടുന്ന ആളുകൾക്ക് അത് വലിയ രീതിയിലുള്ള സഹായം നൽകുന്ന അവസ്ഥയും ഉണ്ടാകും. ഏതായാലും ഇത് പല കാര്യങ്ങളും ഇതിൽ പുറത്തു വരാനുണ്ട്. അതിന് കൃത്യമായ അന്വേഷണം നടക്കേണ്ടതുണ്ട്. ജയിൽ വകുപ്പിന്റെ അന്വേഷണം അത് എത്രത്തോളം ഫലപ്രദമായെന്ന് അറിയില്ല. പക്ഷേ പോലീസിന്റെ അന്വേഷണം അത് കൃത്യമായി പോകുന്നുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതാണ് പോലീസ് ഇതിൽ കൂടുതൽ വകുപ്പുകൾ ചുമത്തിയതും ഇത്തരം നടപടികളിലേക്ക് കടക്കുന്ന സാഹചര്യം ഉണ്ടായതും. എന്തായാലും ഇത് സംബന്ധിച്ച് ലഹരി ആരൊക്കെയാണ് ഇത്തരത്തിൽ ലഹരി ഇടപാട് നടത്തുന്നത്, അത് മാത്രമല്ല ഇത് പണം വാങ്ങി ഇങ്ങനെ ജയിലുകളിൽ ലഹരി വിൽപ്പന നടത്തുന്ന ഒരു രീതി, ഒരുപക്ഷെ കേരളം മുഴുവൻ ലഹരിക്ക് വേട്ട നടക്കുമ്പോൾ ഇത്തരം പിടിക്കപ്പെടുന്ന സംഘങ്ങൾ എത്തുന്ന ജയിലുകളിൽ യഥേഷ്ടം ലഹരികൾ വിൽപ്പന നടത്തുന്ന ഒരു മാഫിയ സംഘം തന്നെ പ്രവർത്തിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയെന്ന് വേണം ഗോവിന്ദചാമിയുടെ ആ മൊഴി നമുക്ക് മനസ്സിലാക്കാൻ. അത്തരം കാര്യങ്ങളിൽ പോലീസ് കൃത്യമായ അന്വേഷണം ഉണ്ടാകണം. അതിൽ നടപടി സ്വീകരിക്കുന്ന സാഹചര്യം ഉണ്ടാവണം. അത്തരം പരിശോധന നടത്തേണ്ടി വരും. ഈ മൊബൈൽ ഫോണൊക്കെ വ്യാപകമായി ഉപയോഗിക്കുന്നുണ്ട്. ആരുടെ കയ്യിലൊക്കെ മൊബൈൽ ഫോണുകളുണ്ടോ, മൊബൈൽ ഫോൺ ഉപയോഗിച്ചാലും ഇത്തരത്തിൽ പല ആളുകളെയും ബന്ധപ്പെടുന്നതിനും മൊബൈൽ ഫോൺ നൽകുന്നതിനും പണം വാങ്ങുന്ന സാഹചര്യം ഒക്കെ ഇവിടെ ഉണ്ട്. ഇത്തരം ഒരു മൊബൈൽ ഫോൺ ഉപയോഗിച്ചാണ് ഈ ഗോവിന്ദചാമി പാലക്കാട്ടുള്ള തന്റെ സുഹൃത്തായ ശെൽവനെ ബന്ധപ്പെടുന്നതും ഇത്തരം പദ്ധതി തയ്യാറാക്കുന്നതുമൊക്കെ. ഏതായാലും ഇത്തരം കാര്യങ്ങളിലൊക്കെ അന്വേഷണം ഉണ്ടാകും. പോലീസിന്റെ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഈ മൊഴിയെടുക്കൽ പോലീസ് പൂർത്തിയായിട്ടുണ്ട്. ഇപ്പോൾ ജീവനക്കാരുടെ മൊഴി രേഖപ്പെടുത്തി. ഒപ്പം ഈ സഹതടവുകാരായ 4 പേരുടെയും ഈ മറ്റൊരു സഹായിയായി പ്രവർത്തിച്ച അങ്ങനെ ഒരാളുടെയും അങ്ങനെ 5 പേരുടെ മൊഴിയാണ് ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഏതായാലും കൂടുതൽ അന്വേഷണത്തിലേക്ക് ജയിലിലേക്ക് കടക്കേണ്ടി വരും. ഇത്തരം ലഹരി വസ്തുക്കൾ എത്തുന്ന സംഭവം, ഒപ്പം മൊബൈൽ ഫോൺ ഉപയോഗം, മറ്റു കൂടുതൽ വഴിവിട്ട എന്തൊക്കെ കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്, ഉദ്യോഗസ്ഥരുടെ വീഴ്ച എവിടെയൊക്കെയാണ്, ഏതെല്ലാം രീതിയിൽ ഈ ഉദ്യോഗസ്ഥ തലത്തിൽ ഇയാളെ സഹായിച്ചിട്ടുണ്ടോ, ഗോവിന്ദചാമിയെ ജയിൽ ചാടാൻ സഹായിച്ചിട്ടുണ്ടോ, ഇത്തരം കാര്യങ്ങളിലൊക്കെ അന്വേഷണം നടക്കുന്നുണ്ട്. അതിൽ പോലീസിന്റെ വിശദമായ അന്വേഷണം നടക്കുന്നുണ്ട്. അല്പം വൈകാതെ തന്നെ ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭ്യമാവുന്ന തന്നെയാണ് പ്രതീക്ഷിക്കുന്നതും. വ്യക്തമാണ്. KB ബൈജുവും ഡാൻ കുര്യനുമാണ് വിവരങ്ങൾ നൽകിയത്. 2 കൈകളുള്ള ആളുകൾ ചെയ്യുന്നതെന്തും ഗോവിന്ദചാമിക്ക് ഒരു കൈ കൊണ്ട് ചെയ്യാൻ ശേഷിയുണ്ടെന്ന് ഫോറൻസിക് സർജനും മഞ്ചേരി മെഡിക്കൽ കോളേജിലെ കോറൽ വിഭാഗം മേധാവിയുമായ ഡോക്ടർ ഹിതേഷ് ശങ്കർ. സൗമ്യ വധക്കേസിൽ ഗോവിന്ദചാമിക്കെതിരെ ഹിതേഷ് ശങ്കർ നൽകിയ പരിശോധനാ റിപ്പോർട്ടും മൊഴിയുമാണ് ശിക്ഷ ഉറപ്പാക്കിയത്. ജീവിതാവസാനം വരെ ഇയാൾ ജയിലിൽ കിടക്കേണ്ടത് പൊതുസുരക്ഷയ്ക്ക് അനിവാര്യമെന്നും ഹിതേഷ് ശങ്കർ ന്യൂസ് 18നോട് പറഞ്ഞു. സൗമ്യ വധക്കേസിൽ ഗോവിന്ദചാമിക്ക് തടവ് ശിക്ഷ വാങ്ങിക്കൊടുത്തത്
ഫോറൻസിക് സർജൻ ഡോക്ടർ ഹിതേഷ് ശങ്കറിൻ്റെ മൊഴിയും റിപ്പോർട്ടുമായിരുന്നു. ഇത്തരമൊരു കൃത്യം ചെയ്യാൻ ഗോവിന്ദച്ചാമിക്കാകുമെന്ന് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെയും റിപ്പോർട്ടുകളിലൂടെയാണ് കോടതിക്ക് ബോധ്യപ്പെട്ടത്. ഇന്നിപ്പോൾ ഡോക്ടർ ഹിതേഷ് ശങ്കർ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഗോവിന്ദച്ചാമിയുടെ പരിശോധനയുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ കോടതിയിൽ പ്രതിഭാഗം ഉന്നയിക്കാൻ സാധ്യതയുള്ള 2 ചോദ്യങ്ങളായിരുന്നു. ഒന്ന്, ഒറ്റക്കയ്യനായ ഗോവിന്ദച്ചാമിക്ക് ഇത് ചെയ്യാൻ സാധിക്കൂ, അതിനുള്ള ശാരീരികക്ഷമത അതുണ്ടാവുമോ? ഒരു കുട്ടിയെ, ഒരു അഡൽട്ടായ ഒരു വുമനെ ട്രെയിനിൽ തള്ളിയിട്ട് അവിടുന്ന് എടുത്തു കൊണ്ടുപോയി ഒരു സ്ഥലത്ത് കൊണ്ടുപോയി കിടത്തി ബലാത്സംഗം ചെയ്യാനും ഒരു കല്ലെടുത്ത് തലക്കടിച്ച് കൊല്ലാനുള്ള ഒരു ശാരീരിക ക്ഷമത ഉണ്ടോ എന്നുള്ളിടത്തോളായിരുന്നു. ശാസ്ത്രീയ പരിശോധനയിലൂടെ തന്നെ അയാളുടെ മസിലിന് അതേ പ്രായത്തിലുള്ള അതേ സ്ട്രക്ചറിലുള്ള ഒരാൾക്കുള്ള എല്ലാ പവർ, അല്ലെങ്കിൽ അതിൽ കൂടുതൽ പവർ അയാൾക്കുണ്ടായിരുന്നു എന്ന് ശാസ്ത്രീയമായി തന്നെ അവൻ്റെ മസിലിൻ്റെ പവർ ടെസ്റ്റ് ചെയ്തുകൊണ്ട് കോടതിയെ ബോധിപ്പിക്കാൻ സാധിച്ചു. ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനിൽ വലിഞ്ഞു കയറുക, ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനിൽ നിന്ന് ഇറങ്ങി ചാടുക, ഇതൊക്കെ അയാളുടെ ഒരു സ്ഥിരം പ്രക്രിയയാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഉതകുന്ന രീതിയിലുള്ള മസിൽ ഡെവലപ്മെൻ്റ് അയാൾക്ക് ഉണ്ടായിട്ടുണ്ട്. വലിഞ്ഞു കയറുമ്പോൾ നമുക്കറിയാലോ, തെങ്ങ് കയറുന്ന ഒരാളുടെ ബാക്കിൽ കാണുന്ന 2 വിങ്സ് പോലെയുള്ള 2 മസിൽസ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അത്തരം മസിലുകൾ ഇദ്ദേഹത്തിന് വളരെയധികം ഡെവലപ്ഡ് ആയിരുന്നു. സോ അതുകൊണ്ട് ഒരു വലിഞ്ഞു കയറാൻ, ഒരു കയറ പിടിച്ച് വലിഞ്ഞു കയറാനും അതുപോലെ ട്രെയിനിലേക്ക് ചാടി കയറാനും ട്രെയിനിലെ പിടിച്ചിട്ട് ചാടി കയറാനും ഒക്കെ ഗോവിന്ദച്ചാമിക്ക് വളരെ നിഷ്പ്രയാസം സാധിക്കുമായിരുന്നു. അതിനുള്ള ശാരീരിക ക്ഷമതയും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. ഇപ്പോൾ മൂപ്പര് ഫുഡ് കൺട്രോൾ ചെയ്ത് അതിൻ്റെ ഉതകുന്ന രീതിയിൽ, അതായത് ഒരു അത്ലറ്റിൻ്റെയൊക്കെ പോലെ ഉള്ള ശരീരമായി അയാളെ മാറിയിരിക്കുന്നു. അപ്പോൾ അത് ഒരു പ്രക്രിയ, ഒരു ക്രിയ ചെയ്യാൻ അയാൾ ഉറച്ചുകൊണ്ട് തന്നെ അതിനുള്ള ട്രെയിനിങ് അയാൾ സ്വയം നടത്തിയതിൻ്റെ ഒരു ഫലം കൂടിയാണ് എന്നാണ് ഞാനത് വിശ്വസിക്കുന്നത്. അയാൾക്ക് നിഷ്പ്രയാസം അതൊരു കയറിൻ്റെ മുകളിൽ കൂടെ കെട്ടിത്തൂങ്ങി മുകളിലേക്ക് കയറാനുള്ള ആ ഒടിഞ്ഞ കൈ വെറും ഒരു സപ്പോർട്ട് മാത്രം മതിയാവും. അതായത് കുറച്ച് കാലങ്ങളായിട്ട് തന്നെ അദ്ദേഹം അതിനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണെന്നാണ് അയാളുടെ ഫിസിക്ക് കാണുമ്പോൾ മനസ്സിലാകുന്നത്. 2 കൈ കൊണ്ട് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി മുഴുവനും ഒറ്റ കൈ കൊണ്ട് ചെയ്യാൻ ഗോവിന്ദച്ചാമിക്ക് സാധിക്കുന്നു. പഴയ രീതിയിലോട്ട് ശരീരത്തെ പാകപ്പെടുത്തി എടുത്തുകൊണ്ടാണ് ഈ പ്രക്രിയ ചെയ്തത്. മാസങ്ങൾ ചിലപ്പോൾ കൊല്ലങ്ങളോളം അയാൾ ഇതിനു വേണ്ടി പരിശ്രമിച്ചു കാണണം. ഗോവിന്ദച്ചാമിയുടെ ഒരു ചരിത്രം കൃത്യമായിട്ട് ഇൻവെസ്റ്റിഗേഷൻ സമയത്ത് പഠിച്ചൊരു വ്യക്തി കൂടിയാണ് ഡോക്ടർ ഹിതേഷ് ശങ്കർ. അതുകൊണ്ട് തന്നെ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾക്ക് മറ്റാര് പറയുന്നതിനേക്കാൾ മൂല്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഗോവിന്ദച്ചാമി ഈ ജയിലിൽ ചാടിയ സംഭവത്തിൽ മറ്റാരെയും സംശയിക്കേണ്ടതിന് അയാൾക്ക് ഒറ്റയ്ക്ക് ഇതെല്ലാം ചെയ്യാൻ കഴിയുമെന്ന് കൂടിയാണ് മുൻ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. മഞ്ചേരിയിൽ നിന്ന് CB അനുമോദ്, ന്യൂസ് 18. ധർമ്മസ്ഥല കൊലപാതക പരമ്പര കേസിൽ വെളിപ്പെടുത്തൽ നടത്തിയ ശുചീകരണ തൊഴിലാളിയുടെ മൊഴി രേഖപ്പെടുത്തുകയാണ്. മംഗളൂരുവിലാണ് മൊഴി രേഖപ്പെടുത്തുന്നത്. 4 DYSPമാർ നടത്തുന്ന SIT സംഘം കഴിഞ്ഞ ദിവസമാണ് മംഗളൂരുവിലെത്തിയത്. ബെൽത്തങ്ങാടിയിലും മംഗളൂരുവിലും ക്യാമ്പ് ഓഫീസ് കഴിഞ്ഞ ദിവസം സജ്ജമാക്കിയിരുന്നു. അനന്യ ഭട്ടിന്റെ തിരോധാന കേസും SIT അന്വേഷിക്കും. അമ്മ സുജാത ഭട്ടാണ് ധർമ്മസ്ഥല പോലീസിൽ പരാതി നൽകിയത്. കർണാടക DGPയുടെ മേൽനോട്ടത്തിൽ 20 അംഗ സംഘത്തെയാണ് കേസന്വേഷണത്തിനായി രൂപീകരിച്ചത്. KB ബൈജു ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ബൈജു, നാളുകൾ നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിൽ പ്രത്യേക അന്വേഷണ സംഘം മംഗളൂരുവിൽ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ശുചീകരണ തൊഴിലാളിയുടെ മൊഴി രേഖപ്പെടുത്തുന്നുണ്ട്. വിശദമായി തന്നെ, അതായത് എപ്പോഴാണ് ഈ മൊഴി രേഖപ്പെടുത്താൻ തുടങ്ങിയത്? ഇയാൾക്ക് ഒരു പോലീസിന്റെ സുരക്ഷയൊക്കെ ഉറപ്പാക്കണമെന്ന് കോടതിയുടെ നിർദ്ദേശമുള്ളതാണ്. അത്തരം സുരക്ഷയുണ്ടോ? എങ്ങനെയാണ് ഇപ്പോൾ നടപടികൾ? തീർച്ചയായും ടോമെ, ന്യൂസ് 18 പുറത്തുകൊണ്ടുവന്ന വാർത്തയാണ് ധർമ്മസ്ഥലയിലെ കൂട്ടക്കൊലപാതകവുമായി ബന്ധപ്പെട്ട വാർത്ത. ഏതായാലും അതിൽ നിർണായക നീക്കങ്ങളാണ് ഇപ്പോൾ പോലീസ് നടത്തുന്നത്. ശുചീകരണ തൊഴിലാളിയുടെ മൊഴി ഇപ്പോൾ മംഗളൂരുവിൽ നിന്നും രേഖപ്പെടുത്തുന്നുണ്ട്. മംഗളൂരുവിലെ ക്യാമ്പ് ഓഫീസ്, അതായത് കതിരിയിലുള്ള ക്യാമ്പ് ഓഫീസിൽ നിന്നാണ് ഇത്തരത്തിൽ മൊഴി രേഖപ്പെടുത്തുന്നത്. ഏറ്റവും നിർണായകമാണ് ഇയാളുടെ മൊഴി രേഖപ്പെടുത്തുന്നത്. കാരണം 100ഓളം പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ ഉൾപ്പെടെ കുഴിച്ചു മൂടിയെന്ന് ആ വെളിപ്പെടുത്തൽ നടത്തിയ ഇയാൾ
നേരത്തെ പോലീസ് സ്റ്റേഷനിൽ മൊഴി നൽകിയിരുന്നു. പക്ഷേ ഒരു നടപടിയും സ്വീകരിച്ചില്ല. പിന്നീട് കോടതിയിലേക്ക് പോയി ഇത്തരത്തിൽ രഹസ്യമൊഴി നൽകുകയായിരുന്നു ചെയ്തിരുന്നത്. അതിലും പോലീസ് ഒരു നടപടി സ്വീകരിച്ചില്ല. അതിനുശേഷമാണ് ഇത്തരത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചിരിക്കുന്നത്. ആ പ്രത്യേക അന്വേഷണ സംഘത്തിനാണ് ഇപ്പോൾ നിർണായകമായ മൊഴി ഇദ്ദേഹം നൽകുന്നത്. ഏതായാലും ഇയാളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഈ സ്ഥലം കുടിച്ച് പരിശോധന നടത്തുമോ, അതാണ് ഏറ്റവും പ്രധാനം. ഇനി അറിയേണ്ടത് അതാണ്. ഏതായാലും ഇന്ന് രാവിലെയോടുകൂടിയാണ് അന്വേഷണ സംഘത്തിന്റെ ഒരു സംഘം ധർമ്മസ്ഥലയിലെത്തിയത്. മറ്റൊരു സംഘം മംഗളൂരുവിലാണുള്ളത്. കദ്രിയിലെ ഈ ക്യാമ്പ് ഓഫീസിൽ അല്പസമയം മുമ്പാണ് ഈ ശുചീകരണ തൊഴിലാളി എത്തിച്ചത്. ഈ തെളിവെടുപ്പ് ഇത്തരത്തിലുള്ള മൊഴിയെടുക്കുന്ന ഒരു കാര്യം കൂടി നടക്കുന്നത്. ഏതായാലും ഈ ധർമ്മസ്ഥല പോലീസിലുള്ള ഇതിന്റെ മുഴുവൻ രേഖകളും ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറിയിട്ടുണ്ട്. അതായത് അനന്യ ഭട്ടിന്റെ തിരോധാനം ഉൾപ്പെടെ നേരത്തെ KJ ജോയി നമ്മൾ പുറത്തുവിട്ട ഒരു വാർത്തയാണ്. ലോറി ഇടിപ്പിച്ച് കൊലപ്പെടുത്തി അദ്ദേഹത്തിന്റെ സ്വത്ത് തട്ടിയെന്ന വാർത്ത. ആ കേസ് കൂടി SIT പരിധിയിൽ വരുന്നുണ്ട്. കൂടുതൽ ഈ മണ്ണിനടിയിൽ മൂടപ്പെട്ട ഒരുപാട് രഹസ്യങ്ങൾ ധർമ്മസ്ഥലയിലുണ്ട്. അതൊക്കെ പുറത്തു വരേണ്ടതുണ്ട്. നിരന്തരം കഴിഞ്ഞ കുറെ നാളുകളായി ന്യൂസ് 18 ഈ വാർത്തയുടെ പിറകിലായിരുന്നു. ഈ വാർത്ത ആദ്യം റിപ്പോർട്ട് ചെയ്തത് ന്യൂസ് 18 ഏതായാലും ഒരു മാധ്യമം പോലും കയറി ചെല്ലാത്തടുത്ത് ന്യൂസ് 18 എത്തുന്നു. ഒരുപാട് ആളുകളുടെ, ഒരുപാട് അമ്മമാരുടെ കണ്ണുനീർ, ഒരു ശബ്ദം അവർക്ക് പുറത്ത് പറയാൻ ഒരു വേദിയില്ലാത്തൊരു സ്ഥലത്താണ് ന്യൂസ് 18 അങ്ങനെ ഒരു വേദി ഉണ്ടായി കൊടുത്തതും. പിന്നീട് ഇത്രത്തോളം ഒരു പ്രത്യേക അന്വേഷണ സംഘം, കർണാടക DGPയുടെ മേൽനോട്ടത്തിലുള്ള ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയത്. ഏതായാലും അതിൽ നിർണായകമായ ഇപ്പോൾ കാര്യങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനം ഈ ശുചീകരണ തൊഴിലാളി ഇനി ചൂണ്ടിക്കാട്ടുന്ന ആ സ്ഥലത്ത് ഇത്തരത്തിൽ മണ്ണ് നീക്കിയുള്ള പരിശോധന അതിന് എന്ന് നടക്കുമെന്നാണ് അറിയുന്നത്. ഏതായാലും ഈ മൊഴി രേഖപ്പെടുത്തിയതിനു ശേഷം അത്തരം നടപടികളിൽ കടക്കുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 4 DPSPമാരടങ്ങുന്ന ഈ പ്രത്യേക സംഘത്തിലെ ആളുകൾ ഇന്നലെ വൈകിട്ടോടുകൂടിയാണ് മംഗളൂരിലെത്തിയത്. ഇന്ന് അല്പസമയം മുമ്പാണ് ശുചീകരണ തൊഴിലാളിയെ കദ്രിയിലുള്ള ഇവരുടെ ഓഫീസിലെത്തിച്ചത്. അവിടെയാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഈ മൊഴി രേഖപ്പെടുത്തുന്ന കാര്യം ഉൾപ്പെടെ നടക്കുന്നത്. ഏതായാലും ഒരു ഭാഗത്ത് ധർമ്മസ്ഥലയിൽ നിന്നും ഇത്തരത്തിലുള്ള രേഖകൾ പോലീസ് കണ്ടെത്തുന്നുണ്ട്. അതോടൊപ്പം ശുചീകരണ തൊഴിലാളിയുടെ മൊഴി കൂടി രേഖപ്പെടുത്തുന്നുണ്ട്. ഒപ്പം പഴയ കേസുകൾ 15 വർഷവും 20 വർഷവും നീതി കിട്ടാതെ ഇത്തരത്തിൽ ഒരുപാട് തവണ പോലീസ് സ്റ്റേഷനുകളിലേക്ക് പോയി അപമാനിതരായി അവിടെ നിന്നുള്ള ആളുകളുടെ അക്രമം ഇതാക്കി അത്തരത്തിലുള്ള ഒരുപാട് അമ്മമാർ ഇപ്പോഴും ഉണ്ട്. അത് സുജാത ഭട്ട് നമ്മൾ കണ്ടതാണ്. മകൾ എവിടെയാണെന്ന് അറിയില്ല. വർഷങ്ങൾ കഴിഞ്ഞിട്ടും ആ അമ്മ അവിടെ ധർമ്മസ്ഥല പോലീസിൽ പരാതി നൽകി നീതിക്കായി കാത്തിരിക്കുന്ന ഒരു സുജാത ഭട്ട് മുതൽ അങ്ങനെ പല ആളുകളും ഈ പരാതിയുമായി പലരും രംഗത്തെത്തിയിട്ടുണ്ട്. പല പെൺകുട്ടികളുടെ തിരോധാനവും ദുരൂഹമരണങ്ങളൊക്കെ അന്വേഷിക്കേണ്ടതാണ്. എന്തായാലും ഈ ശുചീകരണ തൊഴിലാളിയുടെ മൊഴി രേഖപ്പെടുത്തി ഉടൻ തന്നെ മണ്ണ് കുഴിച്ച് ഈ മൃതദേഹം അവിടെ ഉണ്ടോ എന്ന് ഉറപ്പാക്കേണ്ടതുണ്ട്. ഇയാളുടെ വെളിപ്പെടുത്തൽ അതൊരു വസ്തുതയുള്ളതാണെങ്കിൽ ഈ മണ്ണ് കുഴിച്ചു മാറ്റിയാൽ മാത്രമേ ഉള്ളൂ മൃതദേഹം കണ്ടെത്താൻ കഴിയുള്ളൂ. അത്തരം നടപടി ഉടൻ തന്നെ ഉണ്ടാകുമോ? തീർച്ചയായും അത്തരം നടപടികളിലേക്ക് കടക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനം ഈ ശുചീകരണ തൊഴിലാളിയുടെ മൊഴി രേഖപ്പെടുത്തുക എന്നതാണ്. ധർമ്മസ്ഥലയുടെ മണ്ണിൽ എത്ര ആളുകൾ ഇത്തരത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്, അതല്ലെങ്കിൽ എത്ര മൃതദേഹ അവശിഷ്ടങ്ങൾ അവിടുന്ന് ലഭിക്കുന്നുണ്ട്, അതൊക്കെ വളരെ പ്രധാനമാണ്. ഈ കേസിൽ തുടക്കം മുതലേ തന്നെ ആക്ഷൻ കമ്മിറ്റി പറയുന്നത് ഈ മണ്ണ് കുഴിച്ചുള്ള പരിശോധന നടത്തി ശുചീകരണ തൊഴിലാളി വെളിപ്പെടുത്തിയ ആ സത്യം, അതിൽ എത്രത്തോളം കാര്യങ്ങളുണ്ട്, വസ്തുതകളുണ്ട് എന്നൊക്കെ കണ്ടെത്തണമാണെന്ന്. പക്ഷേ അന്വേഷണ സംഘം 1 മാസം പിന്നിട്ടിട്ടും ധർമ്മസ്ഥല പോലീസ് ഈ സംഭവത്തിൽ കേസെടുത്തിട്ടും അത്തരം നടപടികളിലേക്ക് ഒന്നും കടക്കാത്ത സാഹചര്യം ഉണ്ടായിരുന്നു. വലിയ പ്രതിഷേധം ഉയരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ഇത്തരത്തിൽ SIT രൂപീകരിച്ചുകൊണ്ട് സംസ്ഥാന സർക്കാർ തന്നെ, കർണാടക സർക്കാർ തന്നെ രംഗത്ത് വരുന്ന സാഹചര്യം ഉണ്ടായത്. അതിൽ DGP തന്നെയാണ് മേൽനോട്ടം വഹിക്കുന്നത്. 20ഓളം അംഗങ്ങളുണ്ട്. നേരത്തെ ഈ സംഘം രൂപീകരിച്ചതിന് തൊട്ടു പിന്നാലെ തന്നെ ഇതിൽ സൗമ്യലത DCP ഇതിൽ നിന്നും ഒഴിഞ്ഞു മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് പിന്മാറി വ്യക്തിപരമായ കാരണങ്ങളാലാണ് ഇത്തരത്തിൽ പിന്മാറ്റമെന്ന് അദ്ദേഹം അവർ പറയുന്നുണ്ടായിരുന്നു. ഏതായാലും അവർക്ക് പകരം രൂപശ്രീ എന്ന IPS ഉദ്യോഗസ്ഥയെ ഇതിൽ പുതുതായി ചേർത്തിട്ടുണ്ട്. ഏതായാലും 20 അംഗ സംഘമാണ് അന്വേഷണം നടത്തുന്നത്. ഒരു സംഘം മംഗളൂരുവിലും അതുപോലെ തന്നെ ഒരു സംഘം ധർമ്മസ്ഥലയിലുമായാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള അന്വേഷണം പുരോഗമിക്കുന്നത്. അതോടൊപ്പം ബംഗളൂരുവിൽ നിന്നും ഒരു അന്വേഷണ സംഘം അവർ നടത്തുന്നുണ്ട്. ഏതായാലും ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികളെ കേൾക്കും ഈ സംഘം എന്ന് നമുക്കറിയാൻ സാധിക്കുന്നു. അനന്യ ഭട്ടിന്റെ അമ്മ സുജാത ഭട്ടിനെ ഇവർ കേൾക്കുമെന്ന് അറിയാൻ സാധിക്കുന്നു. എന്തായാലും അന്വേഷണം കൃത്യമായ രീതിയിലാണ് നിലവിൽ പോകുന്നത്. അങ്ങനെയാണെങ്കിൽ
വരും ദിവസങ്ങളിൽ വളരെ വൈകാതെ തന്നെ ഇത്തരത്തിൽ ഈ ശുചീകരണ തൊഴിലാളി ചൂണ്ടിക്കാട്ടിയ സ്ഥലം അവിടെ കുഴിച്ച് ഇത്തരത്തിലുള്ള പരിശോധന നടത്തും. ഇനി എത്ര മൃതദേഹ അവശിഷ്ടങ്ങൾ ആ മണ്ണിൽ ഉണ്ട്, അത്തരം കാര്യങ്ങളൊക്കെ അറിയാനുണ്ട്. 2014 വരെയുള്ള കാര്യങ്ങളാണ് ഇയാൾ വെളിപ്പെടുത്തിയത്. 2014 ശേഷം ഏതെങ്കിലും കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ടോ, അതല്ല ഇവിടെ മൃതദേഹങ്ങൾ ഇത്തരത്തിൽ കുഴിച്ചിട്ടുണ്ടോ, അത്തരം ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങളായിരിക്കും ഇനി ഉണ്ടാവുക. ഏതായാലും നിർണായകമായ അന്വേഷണമാണ് ഇപ്പോൾ നടക്കുന്നത്, നിർണായകമായ മൊഴിയെടുക്കലാണ് ഇപ്പോൾ നടക്കുന്നത്. ഈ കേസിൽ ഈ ശുചീകരണ തൊഴിലാളിയുടെ മൊഴിയെടുക്കൽ വളരെ നിർണായകമാണ്. അതാണ് ഇപ്പോൾ മംഗളൂരു കദ്രി പാർക്കിന് സമീപമുള്ള ഇവരുടെ പ്രത്യേക ക്യാമ്പിൽ നടക്കുന്നത്. ബെൽത്തങ്ങാടിയിലും അതുപോലെ തന്നെ മംഗളൂരുവിൽ 2 ക്യാമ്പുകളാണ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘത്തിനായി ഒരുക്കിയിട്ടുള്ളത്. അതിൽ ധർമ്മസ്ഥലയുള്ള ഇന്ന് രാവിലെ പുലർച്ചെ തന്നെ ധർമ്മസ്ഥല പോലീസ് സ്റ്റേഷനിലെത്തി അവിടെ നിന്നുള്ള രേഖകൾ, ഇതുമായി ബന്ധപ്പെട്ട രേഖകളൊക്കെ ആ സംഘം കൈമാറിയിരുന്നു. അതിനിടയിലാണ് വളരെ നാടകീയമായി മംഗളൂരുവിലുള്ള ആ ക്യാമ്പ് ഓഫീസിൽ ഈ ശുചീകരണ തൊഴിലാളി എത്തിച്ച് ഇത്തരത്തിൽ മൊഴിയെടുക്കുന്നത്. ഏതായാലും ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ നമുക്ക് ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകും. വളരെ നിർണായകമാണ് ഇനി SITയുടെ നീക്കം. കർണാടക സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം എന്തായാലും ഈ ശുചീകരണ തൊഴിലാളി വെളിപ്പെടുത്തിയതുപോലെ 100-ലധികം പെൺകുട്ടികളെയും യുവതികളെയും ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തി കുഴിച്ചുമൂടിയ ഒരു സംഭവം അവിടെയുണ്ട്. അതോടൊപ്പം അനന്യ ഭട്ടിനെ പോലെ, സൗജന്യെ പോലെ അങ്ങനെ നിരവധി പെൺകുട്ടികളെ ബലാത്സംഗം ചെയ്ത് പിച്ചു ചീന്തിയതായിട്ടുള്ള, അവരുടെ ക്രൂരമായി അവരെ കൊലപ്പെടുത്തിയതായിട്ടുള്ള പരാതികളുണ്ട്. മറ്റ് പെൺകുട്ടികളുടെ ഈ ഒരു കാലയളവിൽ 400-ലധികം 450ഓളം പെൺകുട്ടികളുടെ തിരോധാനം നടന്നിട്ടുണ്ടെന്ന പരാതിയുണ്ട്. മലയാളിയായ KJ ജോയിയുടെ തിരോധാനം, KJ ജോയിയുടെ മരണവുമായി ബന്ധപ്പെട്ട കേസ്, അങ്ങനെ നിരവധി കേസുകൾ ഈ സംഘം തന്നെയാണ് അന്വേഷിക്കുന്നത്. അതിലേക്ക്, അതായത് ഈ ശുചീകരണ തൊഴിലാളി വെളിപ്പെടുത്തുന്ന അടിസ്ഥാനത്തിൽ ധർമ്മസ്ഥലയിലെ ആ കൂട്ടക്കൊലപാതക പരമ്പര, അതിൻ്റെ അന്വേഷണത്തിന് ശേഷം മാത്രമായിരിക്കുമോ മറ്റ് കേസുകളുടെ അന്വേഷണത്തിലേക്ക് പ്രത്യേക അന്വേഷണ സംഘം കടക്കുക? ബൈജു, ടോമെ, ഈ കേസുകളെല്ലാം തന്നെ ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പരിധിയിൽ വരും. പ്രത്യേകിച്ച് കർണാടകയിൽ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ കാണാതായ ഇത്തരത്തിലുള്ള കേസുകളും ഇവരുടെ അന്വേഷണ പരിധിയിൽ വരുമെന്നാണ് DGP നേരത്തെ അറിയിച്ചത്. അതുപോലെ തന്നെ കർണാടക ആഭ്യന്തരമന്ത്രിയും അറിയിച്ചത്. ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പ്രത്യേകിച്ച് ധർമ്മസ്ഥലയിൽ നടന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അത്തരം കാര്യങ്ങളെല്ലാം ഈ അന്വേഷണ പരിധിയിൽ വരുമെന്ന് തന്നെയാണ് പറയുന്നത്. ഇതിലെല്ലാം ഏറ്റവും പ്രധാനം ഈ ശുചീകരണ തൊഴിലാളിയുടെ മൊഴി രേഖപ്പെടുത്തുക തന്നെയാണ്. ആ സ്ഥലം കുഴിച്ച് പരിശോധിച്ചാൽ അവിടെ മൃതദേഹാവശിഷ്ടങ്ങൾ, എത്ര മൃതദേഹാവശിഷ്ടങ്ങൾ ആ വനത്തിനകത്തുണ്ട്. നമുക്ക് ഒരുപക്ഷെ പ്രേക്ഷകർക്ക് നമ്മൾ ആ സ്ഥലം കാട്ടിക്കൊടുത്തതാണ്. ആ മൃതദേഹാവശിഷ്ടങ്ങളൊക്കെ കുഴിച്ചിട്ട സ്ഥലങ്ങൾ നമ്മൾ കൃത്യമായി എത്തിയതാണ്. അവിടെ ഒരു സുരക്ഷയും ഇപ്പോൾ ഏതെങ്കിലും തരത്തിൽ ഒരുക്കിയിട്ടില്ല. അതുകൊണ്ട് തന്നെ തെളിവുകൾ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. എത്രയും പെട്ടെന്ന് ഈ പ്രദേശം കുഴിച്ച് പരിശോധിക്കണമെന്ന് തന്നെയാണ് ആക്ഷൻ കമ്മിറ്റിയും ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഏതായാലും അത് വളരെ വൈകാതെ തന്നെ അത്തരം നടപടികളിലേക്ക് പോലീസ് കടക്കും. ഇന്നത്തെ ഈ മൊഴി എടുക്കൽ പൂർത്തിയായാൽ അത്തരം നടപടികളിലേക്ക് പോലീസിന് പ്രത്യേക സംഘത്തിന് കടക്കേണ്ടി വരും. എത്രത്തോളം ഈ നമുക്കറിയാം, ഈ തെളിവിന് വേണ്ടി ഒരു തലയോട്ടി എടുക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അത് കോടതിയിൽ ഹാജരാക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. ഇതിൽ ഏറ്റവും പ്രധാനം ഈ അനന്യ ഭട്ടിന്റെ തിരോധാനമാണ്. ആ മൃതദേഹം അവിടെ ഉണ്ടെന്നാണ് ആ അമ്മ പറയുന്നത്. നേരത്തെയൊക്കെ നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ്, ഒരു അസ്ഥിയെങ്കിലും എടുത്തു തരൂ, അന്ത്യകർമ്മം ചെയ്യാനെന്നാണ് ആ അമ്മ ഇപ്പോഴും പറയുന്നത്. SITക്ക് മുമ്പിൽ കൈകൂപ്പി നിൽക്കുന്ന ആ അമ്മയെ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടിരുന്നു. പ്രത്യേക അന്വേഷണ സംഘത്തിന് മുമ്പിൽ ഇവർ വലിയ പ്രതീക്ഷ അർപ്പിക്കുന്നുണ്ട്. ഈ കാര്യത്തിൽ അവരുടെ മൃതദേഹം അവിടെ ഉണ്ടാകുമെന്ന് തന്നെയാണ് അവർ വിശ്വസിക്കപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ വളരെ എളുപ്പമായി ആ DNA പരിശോധന നടത്തുകയാണെങ്കിൽ അമ്മയുടെ സാമ്പിളും ഒത്തുപോയാൽ ആ കേസിൽ തന്നെ ഇതിന്റെ മുഴുവൻ കാര്യങ്ങളും ചുരുളഴിയും. ഏതായാലും വലിയ തോതിൽ ഇത്തരത്തിൽ അധർമ്മം നടത്തിയ ഒരു സ്ഥലമാണ് ധർമ്മസ്ഥലം. അവിടെയുള്ള സത്യങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. അത്തരം സത്യങ്ങൾ ഇനി വൈകാതെ തന്നെ പുറത്തു വരും തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഈ ശുചീകരണ തൊഴിലാളിയുടെ മൊഴിയെടുക്കൽ പൂർത്തിയായാൽ മണ്ണ് നീക്കിയുള്ള പരിശോധനയിലേക്ക് പോലീസ് കടക്കും, പ്രത്യേക അന്വേഷണ സംഘം കടക്കും. വരും ദിവസങ്ങളിൽ മുതിർന്ന IPS ഉദ്യോഗസ്ഥരൊക്കെ ഈ ധർമ്മസ്ഥലയിൽ എത്തും. നിലവിൽ 4 DYSPമാരാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. അവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത്. അതായത് പ്രാഥമികമായ കാര്യങ്ങളാണ് നടത്തുന്നത്. അതിലേറ്റവും പ്രധാനം ഈ ശുചീകരണ തൊഴിലാളിയുടെ മൊഴി രേഖപ്പെടുത്തുന്നു എന്നത് തന്നെയാണ്. വരും മണിക്കൂറുകൾ ഈ ധർമ്മസ്ഥലയെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു വാർത്ത പുറത്തു കൊണ്ടുവന്ന് അതിന്റെ പരിസമാപ്തിയിലേക്ക് എത്തുന്നു, അതല്ലെങ്കിൽ അതിന്റെ കൃത്യമായ ലക്ഷ്യത്തിലേക്ക് എത്തുന്നു എന്നതാണ് ന്യൂസ് 8നെ സംബന്ധിച്ചുള്ള അഭിമാനം. ഈ വാർത്തയുടെ പുറകിൽ തന്നെ ന്യൂസ് 18 ഉണ്ടാകും. ഓരോ ആളുകളുടെയും തുടർന്നാണ് ഇത്തരം ഇടപെടലുകൾ ഉണ്ടായത്. KB ബൈജു, ധർമ്മസ്ഥലയിൽ ഇതുപോലെ ഇരകളാകപ്പെട്ട
പെൺകുട്ടികളുടെ വീടുകളിൽ പോയി അവരുടെ അമ്മമാരുടെ മാതാപിതാക്കളുടെ അവരുടെ സങ്കടങ്ങൾ, അവരുടെ വിഷമങ്ങൾ ക്യാമറയിൽ ഒപ്പിയെടുത്തിരുന്നു. അത് ന്യൂസ് 18 പുറത്തുവിട്ടിരുന്നു. അങ്ങനെ നിരവധി പെൺകുട്ടികളുടെ കുടുംബം ഇപ്പോഴും കണ്ണീരോടെ നീതി കിട്ടാതെ അലയുന്നുണ്ട്. എന്തായാലും പ്രത്യേക അന്വേഷണ സംഘം ധർമ്മസ്ഥലയിൽ എത്തിയത് പ്രതീക്ഷ നൽകുന്ന കാര്യമാണ്. ധർമ്മസ്ഥലയിൽ കഴിഞ്ഞ 3 പതിറ്റാണ്ടിനിടെ നടത്തിയ കൂട്ടക്കൊലപാതകങ്ങൾ, അതിൽ മൃതദേഹങ്ങൾ കുഴിച്ചിട്ടു എന്ന വെളിപ്പെടുത്തൽ, ഈ സംഭവങ്ങളിലെല്ലാം വിശദമായി തന്നെ അന്വേഷണം നടത്താനാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നീക്കം. സ്പോട്ട് ലൈവ് തുടരുന്നു. കൊല്ലം നിലമേൽ കുരിയോട് ടൗൺ ജുമാ മസ്ജിദിൽ മോഷണം. മോഷ്ടാവ് പള്ളി കോമ്പൗണ്ടിനകത്ത് കടന്ന് കാണിക്കവഞ്ചിയിലെ പണം കവരുകയായിരുന്നു. കഴിഞ്ഞ രാത്രിയായിരുന്നു മോഷണം. CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. വിനീഷ് ചേരുന്നു വിവരങ്ങളുമായി. വിനീഷ്, അതിവിദഗ്ധമായിട്ടാണ് മോഷ്ടാവ് കാണിക്കവഞ്ചിയിൽ നിന്നും പണം കവരുന്നത്. ഇയാളെ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ടോ? പോലീസിന്റെ അന്വേഷണം എങ്ങനെയാണ്? ടോം, നമ്മൾ മുൻപും ഇത്തരത്തിലുള്ള വാർത്തകൾ റിപ്പോർട്ട് ചെയ്തതാണ്. കൊല്ലം ജില്ലയുടെ വിവിധ പ്രദേശങ്ങളിൽ ക്ഷേത്രങ്ങളും അതുപോലെ തന്നെ ആരാധനാലയങ്ങളെല്ലാം കേന്ദ്രീകരിച്ചുള്ള മോഷ്ടാക്കളുടെ ഇത്തരത്തിലുള്ള വാർത്തകൾ, സമാനമായ രീതിയിലാണ് ഇത്തരത്തിലുള്ള വാർത്തകൾ വീണ്ടും നമ്മൾ റിപ്പോർട്ട് ചെയ്യേണ്ടി വരുന്നത്. ഇത് കൊല്ലം കുരിയോട് നിലമേലുള്ള മസ്ജിദിലാണ്. മസ്ജിദിനുള്ളിൽ മോഷ്ടാവ് കടന്ന് വഞ്ചിപ്പെട്ടി കുത്തി തുറന്ന് മോഷണം നടത്തുന്ന ദൃശ്യങ്ങളാണ് നമുക്കിപ്പോൾ ലഭ്യമായിരിക്കുന്നത്. ചടയമംഗലം പോലീസാണ് ഇതിപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. ചടയമംഗലം പോലീസ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് തന്നെ മസ്ജിദിലെത്തുകയും വിശദമായി പരിശോധന നടത്തുകയും ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ദൃശ്യങ്ങൾ തന്നെ വ്യക്തമാണ്. മോഷ്ടാവ് എത്തുകയും വഞ്ചിപ്പെട്ടി കുത്തി തുറന്ന് പണം അപഹരിക്കുന്ന തരത്തിലുള്ള ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. ഈ മോഷ്ടാവ് ഒരു മാക്സി പോലെ ഒരു വസ്ത്രം ധരിച്ചുകൊണ്ടാണ് വന്നിരിക്കുന്നത്. അത്തരത്തിലുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമായിരിക്കുന്നത്. എന്തായാലും ഇത്തരം സംഭവങ്ങൾ ഈ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ വിവിധ ആരാധനാലയങ്ങൾ കേന്ദ്രീകരിച്ച് മോഷ്ടാക്കൾ പെരുകുന്ന സാഹചര്യമുണ്ട്. മുൻപും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്തായാലും പോലീസ് ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം തുടങ്ങിയതായിട്ടാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത്. ടോം, വിനീഷ്, എന്തായാലും പോലീസ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് വിശദമായി തന്നെ അന്വേഷണം നടത്തുന്നുണ്ട്. ഈ പതിവായി കവർച്ചകൾ നടക്കുന്ന ഒരു പ്രദേശമാണോ ഇത്? പ്രത്യേകിച്ച് ഒരു പൊതുസ്ഥലത്താണ്, ഈ പള്ളിയുടെ കോമ്പൗണ്ടിനുള്ളിൽ, അങ്ങനെ പുറത്തു തന്നെയാണ് ഇത്തരം മോഷണം നടക്കുന്നത്. പോലീസിന്റെ ഒന്നും കൃത്യമായ നിരീക്ഷണങ്ങൾ, പരിശോധനകളൊന്നും ഇല്ലാത്ത സ്ഥലമാണോ ഇത്? ടോം, അത് നഗരഹൃദയത്തിൽ തന്നെയാണ് ഈ ഒരു മോഷണം നടന്നിരിക്കുന്നത്. ചടയമംഗലം പോലീസ് നൈറ്റ് പെട്രോളിംഗ് അടക്കം നടത്തുന്ന ഒരു സ്ഥലമാണ്. എന്നിട്ടും ഇത്തരത്തിലുള്ളൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. നമുക്കറിയാം, നേരത്തെയും ചടയമംഗലം കേന്ദ്രീകരിച്ച്, ടൗൺ കേന്ദ്രീകരിച്ച് ചില മോഷ്ടാക്കൾ പെരുകുന്ന സാഹചര്യമുണ്ട്. ഈ പിടിച്ചുപറി അടക്കം നടത്തുന്ന മോഷ്ടാക്കളെ പിടികൂടിയ വാർത്തകൾ നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട്. ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് ഇത്തരത്തിലുള്ള സംഭവം ഉണ്ടായി. CCTV ദൃശ്യങ്ങളിൽ അത് 1 മണി എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. 1 മണി സമയത്താണ് ഈ മോഷ്ടാവ് ഈ മസ്ജിദിനുള്ളിൽ പ്രവേശിക്കുകയും വഞ്ചിപ്പെട്ടി തകർത്ത് പണം അപഹരിക്കുന്ന തരത്തിലുള്ള ദൃശ്യങ്ങൾ കാണാൻ കഴിയുന്നത്. ഇത് ഒരു നമുക്ക് ചെറിയൊരു ബക്കറ്റിനുള്ളിലേക്ക് പണം നിക്ഷേപിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നു. അങ്ങനെ ഒരു സഞ്ചിയിലേക്ക് അയാൾ ഈ പണമെല്ലാം മാറ്റുന്നതായിട്ടും കാണാൻ കഴിയുന്നുണ്ട്. അങ്ങനെ അവിടെ നിന്നും കൊണ്ടുപോകുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. എന്തായാലും ഫോറൻസിക് സംഘം അടക്കം സ്ഥലത്ത് പരിശോധനകൾ നടത്തുന്നുണ്ട്. ഉടൻ തന്നെ മോഷ്ടാക്കൾ പിടിയിലാകും എന്നാണ് നമുക്ക് പോലീസിൽ നിന്നും അറിയാൻ കഴിയുന്ന ചില സൂചനകൾ ലഭ്യമായിട്ടുണ്ട്. സമീപത്തുള്ള CCTV ദൃശ്യങ്ങളെല്ലാം തന്നെ കൃത്യമായി പരിശോധിക്കുന്നുണ്ട്. ചടയമംഗലം CIയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് ഇപ്പോൾ ഇത് അന്വേഷിക്കുന്നത്. ടോം, വിനീഷ്, ഇവിടെ ഈ പ്രതി എത്തിയിരിക്കുന്നത് മുഖം മറച്ചാണ്. മറ്റ് എന്തെങ്കിലും സൂചനകൾ ഈ മോഷ്ടാവിനെ സംബന്ധിച്ച് പോലീസിന് ലഭ്യമായിട്ടുണ്ടോ? പ്രത്യേകിച്ചും ആ സ്ഥലത്തെ മറ്റ് CCTV ദൃശ്യങ്ങൾ, ഇയാൾ ഇവിടെ നിന്നും കവർച്ച നടത്തിയ ശേഷം എവിടേക്കാണ് പോയത്,
ഏത് സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചാണ് മോഷണം നടക്കുന്നത്? ഇത് സമീപവാസിയോ അല്ലെങ്കിൽ ഈ പ്രദേശവുമായി അടുപ്പമുള്ള വ്യക്തിയാണോ, അതോ മറ്റേതെങ്കിലും ഇതര സംസ്ഥാന തൊഴിലാളിയാണോ? പോലീസിന്റെ സൂചനകൾ എങ്ങനെയാണ്? ടോം, ഇതുമായി ബന്ധപ്പെട്ട് CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് ഇപ്പോൾ നടക്കുന്നത്. സമീപത്തുള്ള CCTV ദൃശ്യങ്ങളടക്കം പോലീസ് പരിശോധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇയാൾ എത്തിയത് ആയി നമ്മൾ കാണാൻ കഴിയുന്ന, അതായത് CCTV ദൃശ്യങ്ങളിൽ വ്യക്തമാകുന്ന 1 മണി സമയമാണ്. ഈ 1 മണി സമയത്ത് ഉള്ള CCTV ദൃശ്യങ്ങളാണ് സമീപത്തുള്ളതെല്ലാം പോലീസ് കൃത്യമായി പരിശോധിക്കുന്നത്. അതുപോലെ തന്നെ ഈ അടുത്ത സമയത്ത് ജയിൽ മോചിതരായ മോഷ്ടാക്കളുണ്ട്. ഇവരുടെ എല്ലാം ലിസ്റ്റ് പോലീസ് കൃത്യമായി തന്നെ പരിശോധിക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഇത്തരം മോഷണ രീതികൾ വീണ്ടും പിന്തുടരുന്ന ചില മോഷ്ടാക്കൾ പോലീസിന് ചില സൂചനകളുണ്ട്. ഇവരെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് ഇപ്പോൾ നടക്കുന്നത്. കാരണം കൃത്യമായിട്ടുള്ള ഒരു ലിസ്റ്റ് പോലീസിന്റെ കയ്യിലുണ്ട്. ഈ മോഷണ രീതികൾ കൃത്യമായി തന്നെ പോലീസ് മനസ്സിലാക്കിയാണ് ഇങ്ങനെയുള്ള മോഷണം നടന്നത്. അതായത് മുഖം മറയ്ക്കുകയും ഈ മാക്സി പോലെയുള്ള വസ്ത്രം ധരിക്കുകയും ഒക്കെ ചെയ്യുന്ന അങ്ങനെ മോഷണം നടന്ന മോഷ്ടാക്കളുടെ ചില ലിസ്റ്റുകൾ പോലീസിന്റെ കയ്യിലുണ്ട്. എന്തായാലും കൃത്യമായി അന്വേഷിക്കുന്നുണ്ട്. ഇതര സംസ്ഥാന ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതര സംസ്ഥാനത്തിൽ നിന്ന് വന്നവരാണോ എന്ന് പോലും ചിലപ്പോൾ സംശയിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള അന്വേഷണവും എന്തായാലും ജില്ലാതിർത്തിയിലടക്കം നേരത്തെയും ഇത്തരത്തിലുള്ള അന്വേഷണങ്ങൾ ഈ റൂറൽ ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ടായിരുന്നു. സമാനമായ രീതിയിലുള്ള അന്വേഷണങ്ങൾ ഇപ്പോഴും കൃത്യമായി തന്നെ നടക്കുന്നതായിട്ടാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്തായാലും മോഷ്ടാവ് ഉടൻ തന്നെ വഴിയിലാവും എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. കേട്ടോ, വ്യക്തമാണ്. ബിനീഷാണ് വിവരങ്ങൾ നൽകിയത്. കൊല്ലം നിലമേലിലെ ജുമാ മസ്ജിദിൽ കവർച്ച നടത്തിയ മോഷ്ടാവിനെ കേന്ദ്രീകരിച്ച് അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് പോലീസ്. ഇടുക്കിയിൽ രോഗിയെ ആശുപത്രിയിൽ എത്തിക്കാൻ കമ്പിൽ കെട്ടി ചുമന്നത് 6 കിലോമീറ്റർ. വട്ടവടയിലാണ് സംഭവം. തൊഴിലുറപ്പ് ജോലിക്കായി പോകുന്നതിനിടെ തെന്നി വീണ് പരിക്കേറ്റ ഗാന്ധിയമ്മാളിനെയാണ് കമ്പിൽ തുണി കെട്ടി ഇരുത്തി നാട്ടുകാർ ചുമന്നത്. വത്സപ്പെട്ടിയിലേക്കുള്ള ഗ്രാമീണ പാത ഗതാഗത യോഗ്യമാണ്. പ്രിൻസ് ജെയിംസ് ചേരുന്നു വിവരങ്ങളുമായി. പ്രിൻസ്, ഈ ഒരു ഗാന്ധിയമ്മാളിനെ കമ്പിൽ തുണി കെട്ടിയിരുത്തി നാട്ടുകാർ 6 കിലോമീറ്ററോളം ചുമന്നു. ഒരു വളരെ ദാരുണമായിട്ടുള്ള സംഭവമാണ്. കാരണം ഇതുപോലുള്ള ഒരു അപകടം സംഭവിച്ചാൽ ഇത്രയധികം കാൽനടയായി ആശുപത്രിയിൽ എത്തേണ്ട ഒരു ഗതികേട് ഒരു നാട്ടുകാർക്കുണ്ടാകുന്നു. അത് നമ്മുടെ നാട്ടിൽ എന്താണ് അവിടെ സംഭവിച്ചത്? തീർച്ചയായും അതിദാരുണമായ ഒരു സംഭവമാണ് വട്ടവടയിൽ നിന്ന് 6 കിലോമീറ്ററോളം ഒരു രോഗിയെ ചുമന്നുകൊണ്ട് പോകേണ്ട അവസ്ഥ. അതും കമ്പിൽ തുണി കെട്ടി അതിലിരുത്തി വളരെ ദുർഘടമായ പാതയിലൂടെ ആളുകൾ മാറി ചുമന്നുകൊണ്ട് പോകുന്നൊരവസ്ഥയാണ് വട്ടവടയിൽ ഉണ്ടായത്. ഏകദേശം 50ഓളം പേർ ചേർന്നാണ് പല വട്ടംഘട്ടമായി മാറിയാണ് ഈ പ്രദേശത്ത് നിന്നും അപകടം നടന്ന മേഖലയിൽ നിന്നും വണ്ടി എത്തുന്ന പ്രദേശത്തേക്ക് എത്തി പിന്നീട് മറയൂർ ആശുപത്രിയിലേക്ക് പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലേക്ക് എത്തിച്ചത്. വട്ടവടയിലെ വത്സപ്പെട്ടി എന്ന പ്രദേശത്ത് നിന്നുമാണ് അപകടത്തിൽപ്പെട്ട ഗാന്ധിയമ്മാളിനെ ഈ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായത്. തൊഴിലുറപ്പ് ജോലിക്കായി പോകുന്നതിനിടെ തെറ്റി വീണ് ഇവർക്ക് പരിക്കേൽക്കുകയായിരുന്നു. ഇവരുടെ കാലിന് ഒടിവുണ്ടാവുകയും ഒപ്പം ദേഹത്ത് പരിക്കേൽക്കുകയും ചെയ്തു. ഇതോടെ ഇവർക്ക് നടക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായി. ഇവിടുന്ന് കൊണ്ടുപോകാൻ മുന്നോട്ട് പോകുക എന്നുള്ളതല്ലാതെ മറ്റൊരു മാർഗമില്ലാതായതോടെയാണ് നാട്ടുകാർ ചേർന്ന് ഇങ്ങനെയൊരു പോംവഴി ഉണ്ടാക്കുകയും കമ്പിൽ കെട്ടി തുണി കെട്ടി ഒരു പച്ചര പോലെ കുടികെട്ടിയാക്കുകയും അതിലേക്ക് ഇവരെ ഇരുത്തുകയും ചെയ്ത് പിന്നീട് കൊണ്ടുപോവുകയും ചെയ്തത്. എന്തായാലും ഇതൊരു ഗോത്ര സമൂഹം താമസിക്കുന്ന ഒരു മേഖലയാണ്. വളരെ ഒറ്റപ്പെട്ട ഒരു പ്രദേശമാണ്. വട്ടവടയിൽ നിന്ന് തന്നെ ഇടുക്കിയിലെ കേരളത്തിലെ ഏറ്റവും ഒറ്റപ്പെട്ട ഒരു മേഖലയാണ്. ആ പ്രദേശത്ത് തന്നെ വനമേഖലയോടൊക്കെ ചേർന്ന് കിടക്കുന്ന ഒറ്റപ്പെട്ട ഒരു പ്രദേശമാണ് ഈ വത്സപ്പെട്ടി എന്ന് പറയുന്ന ആദിവാസി മേഖല. ഇവിടേക്കുണ്ടായിരുന്ന ഏക മാർഗം ഗതാഗത മാർഗം 2019 പെരുമഴക്കാലത്ത് ഗതാഗത യോഗ്യമല്ലാതായി മാറി. ഇതോടെയാണ് പൂർണ്ണമായും ഇവിടേക്കുള്ള ഗതാഗതം തടസ്സപ്പെട്ടത്. നിലവിൽ നമുക്ക് ദൃശ്യങ്ങളിലൊക്കെ തന്നെ കാണാം വളരെ മോശമായ സാഹചര്യമുള്ള പാതയിലൂടെയാണ് അവർ നടന്നു പോകുന്നത് തന്നെ. അതുവഴി നടന്നു പോകാൻ പോലും പറ്റാത്തൊരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ വാഹന ഗതാഗതം എന്നത് ഈ മേഖലയിലുള്ളവർക്ക് താമസിക്കുന്നവർക്ക് ഇപ്പോൾ പ്രായോഗികമല്ല. അതുകൊണ്ട് വളരെ ബുദ്ധിമുട്ടിയാണ് ഇവർ മുൻപോട്ട് നീങ്ങുന്നത്. ഈ മൺപാതകളാണ് ഈ മേഖലയിലുള്ള ഗോത്ര സമൂഹങ്ങൾ താമസിക്കുന്ന ഒറ്റപ്പെട്ട മേഖലകൾ നിരവധിയുണ്ട് ഇടുക്കിയിൽ. പ്രത്യേകിച്ചും നമുക്കറിയാം ഇടമലക്കുടി പോലെയുള്ള പ്രദേശങ്ങൾ ഗോത്ര സമൂഹത്തിന് വേണ്ടി പഞ്ചായത്തുകൾ രൂപീകരിച്ചെങ്കിൽ പോലും ഇതുവരെയും ഇടമലക്കുടിയിലേക്ക് പ്രധാന കുടിയിലേക്ക്
ഒരു റോഡ് മാർഗം പൂർണ്ണമായും എത്താൻ ഇതുവരെ സാധിച്ചില്ല. അതേ സാഹചര്യമാണ് മറയൂരിലെയും വട്ടവടയിലെയും ഒറ്റപ്പെട്ട ആദിവാസി മേഖലകളിലേക്കുള്ള ആളുകളും അനുഭവപ്പെടുന്നത്. ഇവർക്ക് പ്രധാന മേഖലകളിലേക്ക് പ്രത്യേകിച്ച് വട്ടവടയിലും മറയൂരിലും കാർന്നൂരിലും ഒക്കെ എത്താൻ കിലോമീറ്ററുകൾ സഞ്ചരിക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. പ്രധാനമായും മൺപാതകൾ മാത്രമായിരിക്കും ഇവർ ആശ്രയിക്കുന്നത്. ഈ പാതകൾ പോലും കാലങ്ങളായി ഗതാഗത യോഗ്യമല്ലാതെ, പ്രത്യേകിച്ചും മഴക്കാലമൊക്കെ ആകുന്നതായി പൂർണ്ണമായും തകർന്നു കിടക്കുന്ന ഗതാഗത യോഗ്യമല്ലാത്ത ഒരു സമസ്യയാണുള്ളത്. കോൺക്രീറ്റ് പാതകളും കല്ലുകളും പതിപ്പിച്ച പാതകളും പോലും ഇല്ലാത്ത മേഖല. പ്രിൻസ്, ഇവിടെ ആരാണ് ഇടപെടേണ്ടത്? കാരണം കഴിഞ്ഞ ഈ പ്രളയത്തിന് ശേഷം, അതായത് കഴിഞ്ഞ 5-6 വർഷമായി ഈ ദുരിതം ഒരു ജനത അനുഭവിക്കുകയാണ്. നമുക്കവിടെ കാണാൻ കഴിയും, ആ ദൃശ്യങ്ങളിൽ തന്നെ വളരെ വ്യക്തമാണ്. ആ രോഗിയുമായി ചുമന്നു വരുന്നത്, അതിന് തൊട്ടു പിന്നാലെ വലിയൊരു ജനാവലി തന്നെയുണ്ട്. ഒരുപക്ഷെ ഒരു പ്രതിഷേധം പോലെ തന്നെ നമുക്ക് തോന്നാം. ആളുകൾ ആ രീതിയിലാണ് ആ സ്ഥലത്തെ ഈ രോഗിയുമായി ആശുപത്രിയിലേക്ക് പോകുന്നത്. നാട്ടുകാർക്ക് ഇത്തരം പരിഭവങ്ങളില്ലേ? പരാതിയുമായി അവർ അധികൃതരെ സമീപിച്ചിരുന്നു. ആരാണ് ഈ വിഷയത്തിൽ ഇടപെടേണ്ടത്? ഇത് തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഏത് പഞ്ചായത്തിന്റെ പരിധിയിൽ വരുന്നതാണ്? അവരുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും പ്രതികരണം ഈ സംഭവത്തിന് പിന്നാലെ ഉണ്ടായിട്ടുണ്ടോ? ടോം, നിലവിൽ വട്ടവട പഞ്ചായത്തിൽ ഉൾപ്പെടുന്ന പ്രദേശമാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. എങ്കിൽ പോലും ഇത് പഞ്ചായത്തിന്റെ മാത്രമല്ല, പ്രത്യേകിച്ചും പട്ടികവികസന വകുപ്പ് അടക്കം വിവിധ വകുപ്പുകളുടെ ഒരു സംയോജിതമായ പ്രവർത്തനം ഈ ആദിവാസി കുടികളിലേക്ക് ഉണ്ടാവേണ്ടതുണ്ട്. പ്രത്യേകിച്ചും ഇടമലക്കുടിയിലും വട്ടവടയിലും ഒക്കെ ഒറ്റപ്പെട്ട നിരവധി കുടികൾ ഇത്തരത്തിലുണ്ട്. അതിന്റെ ഒരു സാഹചര്യമാണ് നിലവിൽ വന്നിരിക്കുന്നത്. ഒപ്പം ഈ ഒരു ഗതാഗത മാർഗം ഇല്ലാതായതാൽ തന്നെ പിന്നീട് ഇവ പുനഃസ്ഥാപിക്കുന്ന നടപടികൾ പലപ്പോഴും ഉണ്ടാവുന്നില്ല. കാലങ്ങളോളം ഇത് തടസ്സപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. ഇത് തന്നെയാണ് ഇപ്പോൾ ഈ വത്സപ്പെട്ടിയിലും ഉണ്ടായിരിക്കുന്നത്. 2019 പെരുമഴക്കാലത്ത് ഈ പാത ഉണ്ടായിരുന്ന പാത വളരെ വലിയ പാതയായിരുന്നില്ല, മൺപാതയെങ്കിലും ഉണ്ടായിരുന്നു. അത് തകർക്കപ്പെടുകയും തകർന്നു പോവുകയും, എന്നാൽ പിന്നീട് അത് പുനഃസ്ഥാപിക്കുന്നതിലേക്ക് കോൺക്രീറ്റിംഗ് അടക്കമുള്ള നടപടിയെങ്കിലും സ്വീകരിച്ച റോഡ് ഗതാഗത യോഗ്യമാക്കുന്നതിന് വിവിധ വകുപ്പുകൾ തയ്യാറായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് വസ്തുത. അതായത് അത്തരത്തിൽ നിരവധി ഒറ്റപ്പെട്ട ആദിവാസി ഊരുകൾ ജില്ലയിലുണ്ട്. മൂന്നാറിലുണ്ട്, മറയൂരിലുണ്ട്, വട്ടവടയിലുണ്ട്, മാങ്കുളം പഞ്ചായത്തിലുണ്ട്. അങ്ങനെ ഒറ്റപ്പെട്ട മേഖല കിടക്കുന്ന നിരവധി ആളുകളുണ്ട്. ഇടമലക്കുടി പോലുള്ള വളരെ ഒറ്റപ്പെട്ട് കിടക്കുന്ന സമൂഹമുണ്ട്. അവർക്കൊന്നും കൃത്യമായ ഒരു ഗതാഗത മാർഗം പോലും ഇല്ലാത്തൊരവസ്ഥയാണ്. പ്രത്യേകിച്ചും ഈ 6 കിലോമീറ്റർ ചുമന്ന് ഇവർ രോഗിയുമായി എത്തി അവിടുന്ന് കയറ്റി മറയൂരിലെത്തിയെങ്കിലും പ്രാഥമിക ആരോഗ്യ ചികിത്സ മാത്രമാണ് ഇവർ, പ്രാഥമിക കേന്ദ്രം മാത്രമാണ് ഇവിടെ ഉള്ളത്. പിന്നീട് കിലോമീറ്ററുകൾ വീണ്ടും പോകേണ്ട ഒരു സാഹചര്യം കൂടിയുണ്ട്. അതായത് മികച്ച ചികിത്സ ലഭിക്കണമെങ്കിൽ, അതായത് വലിയൊരു അപകടമാണ് ഇത്തരത്തിൽ സംഭവിക്കുന്നതെങ്കിൽ വീണ്ടും മികച്ച ചികിത്സ ലഭിക്കണമെങ്കിൽ 100 കിലോമീറ്റർ ഒക്കെ അകലേക്ക് വീണ്ടും ഇവർ പോകേണ്ട ആവശ്യമുണ്ട്. അപ്പോഴാണ് ഈ 6 കിലോമീറ്ററോളം ചുമന്നുകൊണ്ട് വരേണ്ട ഒരു അവസ്ഥ ഉണ്ടാകുന്നത്. വളരെ ദയനീയമായ ഒരു സാഹചര്യമാണ്. ആളുകളൊക്കെ താമസിക്കുന്ന, പ്രത്യേകിച്ചും ഗോത്ര സമൂഹം താമസിക്കുന്ന പ്രദേശങ്ങൾ കൃത്യമായ ഒരു ഇടപെടൽ ദയനീയമായ ഒരു സാഹചര്യമാണ് ഇടുക്കിയിൽ ഉണ്ടായത്. രോഗിയുമായി ആശുപത്രിയിലേക്ക് പോകാൻ 6 കിലോമീറ്ററോളം കാൽനടയായി പോകേണ്ടി വന്ന നാട്ടുകാരുടെ ദുരിത അവസ്ഥയെക്കുറിച്ചാണ് പ്രിൻസ് ജെയിംസ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തത്. താരസംഘടനയായ അമ്മയ്ക്ക് പിന്നാലെ നിർമ്മാതാക്കളുടെ സംഘടനയിലും മത്സരം. ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തെരഞ്ഞെടുപ്പിൽ പ്രസിഡന്റ് സ്ഥാനത്തേക്കാണ് സാന്ദ്ര തോമസ് പത്രിക നൽകാനെത്തിയത്. പ്രതിഷേധ സൂചകമായി പർദ്ദ ധരിച്ചാണ് സാന്ദ്ര പത്രിക നൽകാനായി എത്തിയത്. മാറിക്കൊടുക്കാൻ തയ്യാറാവണം അവർ എന്നും ഈ കസേര കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത് ശരിയായ കാര്യമല്ലല്ലോ. ആളുകൾ മാറി വന്നെങ്കിൽ മാത്രമേ പുരോഗതി ഉണ്ടാവുള്ളൂ. ഇപ്പം ഞാൻ തന്നെ ഈ അസോസിയേഷനിൽ ഈ പ്രാവശ്യം പ്രസിഡന്റായി ജയിക്കുകയാണെങ്കിൽ അടുത്ത ടേമിൽ ഞാൻ ഇരിക്കില്ല. ഞാൻ മാറിക്കൊടുക്കണം. പുതിയ ആളുകൾക്ക് അവരുടെ പൊട്ടൻഷ്യൽ കാണിക്കാൻ അതിനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കണം. അതിന് സംബന്ധിക്കാതെ വർഷങ്ങളായിട്ട് 10-15 പേര്, ഇപ്പം ഹേമ കമ്മിറ്റിയിൽ പറയുന്ന പോലെ, ഒരു പവർ ഗ്രൂപ്പ് എന്നൊക്കെ പറയുന്ന പോലെ 10-15 പേര് അടക്കി വാഴുന്ന ഒരു അസോസിയേഷനാണിത്. ഞാൻ ഒരു ഗൗരവകരമായ ഒരു കുറ്റം ആരോപിച്ചിട്ട് അത് പോലീസ് കുറ്റപത്രം കൊടുത്ത് കോടതിയിലിരിക്കുന്ന പ്രതികൾ 4 പേരെ പ്രതികളാക്കി പോലീസ് കുറ്റപത്രം കൊടുത്തിരിക്കുകയാണ്. എന്നിട്ട് പോലും അവരിവിടെ ഭരണാധികാരികളായി തുടരുകയും മാത്രവുമല്ല അടുത്ത ടേമിലേക്ക് ഇവർ തന്നെ പ്രസിഡന്റും സെക്രട്ടറിയും ഒക്കെ ആയിട്ട് മത്സരിക്കുകയും ചെയ്യുകയാണ്. അപ്പോൾ എൻ്റെ പ്രതിഷേധത്തിൻ്റെ ഭാഗവും കൂടി ആയിട്ടാണ് ഞാനിത് ഈ വസ്ത്രം ധരിച്ചിരിക്കുന്നത്. കൂടാതെ ഈ അസോസിയേഷനിൽ ഇപ്പോഴത്തെ ഭാരവാഹികളിരിക്കുന്ന ഈ അസോസിയേഷനിൽ വരാൻ ഏറ്റവും ഉചിതമായ വസ്ത്രം ഇത് തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതേസമയം സാന്ദ്ര തോമസിനെതിരെ നിർമ്മാതാവ് ലിസ്റ്റിൻ സ്റ്റീഫൻ രംഗത്ത് വന്നു. സാന്ദ്രയുടേത് തരം താണ നടപടി എന്നായിരുന്നു ലിസ്റ്റിന്റെ പ്രതികരണം. ലിസ്റ്റിൻ തൽസ്ഥാനത്തിരിക്കാൻ യോഗ്യനല്ലെന്നായിരുന്നു സാന്ദ്ര തോമസ് പ്രതികരിച്ചത്.
എന്ന് പറഞ്ഞൊരു നിർമ്മാതാവ് കൂടെയുണ്ട്. കാര്യം അവർക്കുണ്ടായ ഒരു മോശം അനുഭവം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ ഈ ലിസ്റ്റിൻ സ്റ്റീഫൻ ഇരിക്കുന്ന ഒരു സഭയിൽ വെച്ച് പറഞ്ഞപ്പോ ലിസ്റ്റിൻ അവരെ കളിയാക്കിക്കൊണ്ടാണ് തിരിച്ചു പ്രതികരിച്ചത്. എന്റെ ഒപ്പം ഷീല കുര്യൻ ഉണ്ട്, നിർമ്മാതാവാണ്, ഞാൻ കൊടുക്കാം. ഷീല കുര്യനാണ്. പറഞ്ഞോളൂ. അതായത് അന്നത്തെ കമ്മിറ്റിയിൽ ഞാൻ ഈ പ്രശ്നം പറയണമെന്ന് വിചാരിച്ചിട്ടില്ല, പക്ഷെ സാഹചര്യങ്ങളുടെ എന്താ സമ്മർദ്ദത്താൽ എനിക്കത് പറയേണ്ടി വന്നു, ഇവരുടെ മുന്നിൽ അവതരിപ്പിക്കേണ്ടി വന്നു. എനിക്ക് ഉണ്ടായ ഒരു ദുരനുഭവത്തെ കുറിച്ച്. പക്ഷെ ആ സമയത്ത് ലിസ്റ്റിൻ വളരെ പരിഹാസത്തോടെ ഇപ്പൊ നമുക്ക് ട്രൈ ചെയ്യുമ്പോഴത്തേക്ക് ഒരാൾ അങ്ങോട്ട് ബാറ്റച്ച് അല്ലെങ്കിൽ ആ രീതിയിൽ നമ്മളോട് പെരുമാറി കഴിഞ്ഞാൽ അത് നമ്മുടെ ഡ്രൈവിംഗ് ടെസ്റ്റ് പരിശോധിക്കുകയാണ്. നമ്മൾ കുക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഒരാൾ നമ്മളെ തൊടുകയാണെന്നുണ്ടെങ്കിൽ അതായത് നമ്മുടെ കുക്കിംഗ് പരിശോധിക്കുകയാണ്. ഏത് അവസ്ഥയിലും നമ്മളത് കുക്ക് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യുമെന്നാണോ ഇദ്ദേഹം വിചാരിച്ചിരിക്കുന്നത്? എനിക്കത് വല്ലാതെ ഫീൽ ചെയ്തു. കാരണം പരിഹാസം ഒരു പെണ്ണിനെ ഒരിക്കലും പരിഹസിക്കാൻ പാടില്ല. ഇങ്ങനെ ഒരു സാഹചര്യത്തിലൂടെ മുന്നോട്ട് പോകുമ്പോൾ മാത്രമേ അതിന്റെ വിഷമം മനസ്സിലാവത്തുള്ളൂ. അതായത് എന്താന്ന് വെച്ചാൽ നമ്മളിപ്പോ ഒരു കമ്മിറ്റി കൂടുമ്പോ ഒരാൾ ഒരു കാര്യം പറയുമായിരിക്കും. അപ്പൊ അതിന്റെ അകത്ത് നമ്മൾ വളരെ ലൈറ്റ് ആയിട്ട് ചിലപ്പോ ഒരു ഹ്യൂമർ രീതിയിൽ നമ്മൾ ചില കാര്യങ്ങൾ പ്രസന്റ് ചെയ്യുമായിരിക്കുമല്ലോ. അപ്പൊ അതായത് ഒരാളെ എന്താ പറയുക, കളിയാക്കാൻ വേണ്ടിയിട്ടോ അങ്ങനത്തെ ഉള്ള ഇതല്ല. അന്നേരം തന്നെ റെസ്പോണ്ട് ചെയ്താണ് ലിസ്റ്റിൻ കള്ളത്തരം പറയരുത്. അന്ന് തന്നെ ഞാൻ ലിസ്റ്റിനോട് വളരെ രൂക്ഷമായി തന്നെ പ്രതികരിച്ചതാണ്. ഇത് ശരിയായ രീതിയല്ല, ഇങ്ങനെയല്ല ഒരാള് ഒരു കംപ്ലൈന്റ് പറയുമ്പോൾ, ഒരു വിഷമം പറയുമ്പോൾ ഇങ്ങനെയല്ല പ്രതികരിക്കേണ്ടതെന്ന് അന്ന് ഞാൻ ലിസ്റ്റിന്റെ മുഖത്ത് നോക്കി ചോദിച്ചപ്പോൾ ലിസ്റ്റിൻ എന്നോട് പറഞ്ഞ മറുപടി, നമുക്ക് ഇങ്ങനെയുള്ള ആളുകളാണ് അസോസിയേഷന്റെ പൊസിഷനിലേക്ക്, ഇവിടുത്തെ ഇങ്ങനെ തിരിച്ചു ചോദിക്കുന്ന ആളുകളും ഇവിടെ വരണം എന്ന് ലിസ്റ്റിൻ എന്ന വ്യക്തി തന്നെ എന്നോട് എല്ലാവരുടെ മുന്നിൽ വെച്ച് പറഞ്ഞതാണ്. ലിസ്റ്റിൻ അന്ന് ആ ചേച്ചിയോട്, ഷീല ചേച്ചിയോട് പറഞ്ഞ വാക്ക് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. പറഞ്ഞത് നിങ്ങളുടെ ഡ്രൈവിംഗ് ടെസ്റ്റ് പരീക്ഷിച്ചതായിരിക്കും ആ വ്യക്തി എന്നുള്ളതാണ് പറഞ്ഞത്. ഇത്രയും മോശമായിട്ട് ഒരു സ്ത്രീയോട് കമന്റ് ചെയ്യുന്നത് ലിസ്റ്റിൻ അല്ലാതെ വേറൊരു വ്യക്തി ഉണ്ടാവില്ല. അത് തമാശയാണെന്ന് പറയാനായിട്ട് ഒരു അസോസിയേഷന്റെ ട്രഷററായിട്ടിരിക്കുന്ന ലിസ്റ്റിന് എങ്ങനെ തോന്നി എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. ആ ഒരു സ്ഥാനത്തിരിക്കാൻ താങ്കൾ യോഗ്യനല്ല. ലിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ലിസ്റ്റിന് അമ്മയും പെങ്ങളും ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും ഇങ്ങനെ പറയില്ല. എന്നെ മറ്റൊരു പ്രൊഡ്യൂസർ എന്നെ ഇങ്ങനെ ഉപദ്രവിച്ചിരുന്നു, ഞാൻ വണ്ടി ഓടിക്കുമ്പോൾ എന്നോട് മോശമായി പെരുമാറി, ഞാൻ എങ്ങനെയാണ് വീട് വരെ എത്തിയതെന്ന് എനിക്ക് അറിയില്ല, ഞാൻ ഇറക്കിയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് അവർക്കുണ്ടായ ഒരു ദുരനുഭവം വളരെ വിഷമത്തോടു കൂടി പറയുമ്പോൾ ലിസ്റ്റിന് അത് ചേച്ചിയുടെ ഡ്രൈവിംഗ് ടെസ്റ്റ് പരീക്ഷിച്ചതായിരിക്കും എന്ന് പറഞ്ഞ് ലൈറ്റാക്കി അതൊരു തമാശയാക്കി വിടാൻ ലിസ്റ്റിന് എങ്ങനെ നമ്മളൊരു സഭയിൽ ഇരുന്നൊരു കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോ അന്ന് എന്തൊക്കെയോ ആരൊക്കെയോ കുറച്ച് ദേഷ്യപ്പെടുകയോ ഏതാണ്ടൊക്കെ ചെയ്തു. അത് സാന്ദ്രിക വളരെ കൃത്യമായിട്ട് അറിയാവുന്നതാണ്. നമ്മളൊരു സംഘടനയായിട്ട് നിൽക്കുമ്പോൾ കുറെ ആൾക്കാരുള്ളപ്പോൾ നമ്മൾ അതിനെ ഒരു ഡിപ്ലോമസിയിലൂടെയും കൂടെ ഹാൻഡിൽ ചെയ്യാന്നുള്ളതാണ് ഞാൻ പഠിച്ചിരിക്കുന്നത്. വിവരങ്ങളുമായി ഡാനി, ഈ സിനിമാ സംഘടനകൾക്ക് ഉള്ളിൽ ഉയർന്നു വന്ന ചില പ്രശ്നങ്ങൾ, തർക്കങ്ങൾ, അത് പിന്നീട് കേസും മറ്റു പ്രശ്നങ്ങളൊക്കെ ആയതാണ്. ഒടുവിൽ നേർക്കുനേർ മത്സരങ്ങളിലേക്ക് വരെയും കാര്യങ്ങൾ നീങ്ങുന്നു. സാന്ദ്ര തോമസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്നുണ്ട്. ഇവർക്ക് വലിയൊരു പിന്തുണ നിർമ്മാതാക്കളുടെ സംഘടനയിൽ നിന്നും പ്രതീക്ഷിക്കാമോ? ടോമൻ, നിലവിലെ സാഹചര്യത്തിൽ മനസ്സിലാകുന്നത് വലിയൊരു ഭിന്നിപ്പ് നിർമ്മാതാക്കളുടെ സംഘടനയിൽ രൂപം കൊണ്ടിട്ടുണ്ട് എന്ന് തന്നെയാണ്. അത് ഇപ്പോൾ സാന്ദ്ര തോമസ് പറയുന്നത് പോലെ തന്നെ ഇത് ഒരു വിഭാഗം പേരുടെ കയ്യിലേക്ക് മാത്രമായിട്ട് പോകുന്നു. താൻ ഉൾപ്പെടെയുള്ള നിർമ്മാതാക്കൾക്ക് ഇവരിൽ നിന്ന് തിക്താനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതോടൊപ്പം തന്നെയാണ് ഇവർ സ്ത്രീകൾക്ക് നേരെ വളരെ മോശമായി പെരുമാറുന്നു എന്ന രീതിയിലുള്ള ഒരു പരാതി നേരത്തെ സാന്ദ്രയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. അതിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട്. അതിൽ ഈ നിർമ്മാതാക്കളുടെ സംഘടനാ ഭാരവാഹികൾ പ്രതികളാണ്. 4 പേർക്കെതിരെയാണ് കേസെടുത്തിട്ടുള്ളത്. അതിന്റെ വിചാരണ നടപടികൾ മുന്നോട്ട് പോകുന്നു. അങ്ങനെ ഇത്തരം ഈ വിഷയങ്ങളെല്ലാം തന്നെ വളരെ കലുഷിതമായ ഒരു സാഹചര്യം തന്നെയാണ് നിലനിൽക്കുന്നത്. എന്തായാലും ആ സാഹചര്യത്തിലാണ് ഇവർ ഇപ്പോൾ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കാനായിട്ട് മുന്നോട്ട് വരുന്നത്. അവർ പറയുന്നത് ഓഗസ്റ്റ് 14-നാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അതിന് ആദ്യ വാരം വരെയും ഇതിൽ പത്രികാ സമർപ്പണത്തിനുള്ള സമയമുണ്ട്. ആ സമയമാവുമ്പോഴേക്കും കൂടുതൽ പേർ ഇതിൽ പത്രികാ സമർപ്പണത്തിന് ഉണ്ടാകും. തീർച്ചയായും ഇതൊരു ഏകപക്ഷീയമായ ഒരു തെരഞ്ഞെടുപ്പ് ആയിരിക്കില്ല. സാധാരണഗതിയിൽ ഇവർ പാനലൊന്നുമില്ലാതെ സമവായത്തിലൂടെ അവരവരുടെ ആളുകളെ മാത്രം നിശ്ചയിച്ച് പോകുന്ന രീതിയാണ് എന്ന് പറയുന്നു. അപ്പോൾ അങ്ങനെയൊന്ന് ഉണ്ടാകില്ല എന്നതാണ് ഇവർ പറയുന്നത്. ഇക്കുറി തീർച്ചയായും തെരഞ്ഞെടുപ്പ് ഉണ്ടാകും എന്ന് തന്നെ പറയുന്നു. ഒരു പാനലായിട്ട് തന്നെ മത്സര രംഗത്തേക്ക് ആളുകൾ വരും എന്നതാണ് ഇവർ സൂചിപ്പിക്കുകയും ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ
വൈകാതെ തന്നെ കൂടുതൽ പേർ ഈ മത്സരരംഗത്തേക്ക് പത്രികാ സമർപ്പണത്തിലേക്ക് അടക്കം എത്തും എന്നതാണ് ഇവർ ഒരു ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നത്. കൂടുതൽ സീനിയർ ആയിട്ടുള്ള പ്രൊഡ്യൂസർമാരടക്കം ഇക്കാര്യത്തിൽ ഉണ്ടാകുമെന്നതാണ് ഇവർ സൂചിപ്പിക്കുകയും ചെയ്യുന്നത്. എന്തായാലും ഈ സിനിമാ സംഘടനകളുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഇപ്പോൾ അമ്മയാണെങ്കിലും അവിടെ തെരഞ്ഞെടുപ്പ് നടപടികളിലേക്ക് കടന്നിട്ടുണ്ട്. വലിയ രീതിയിലുള്ള മത്സരത്തിലേക്ക് വരുന്നു. ആ രീതിയിലേക്ക് തന്നെയാണ് ഇപ്പോൾ നിർമ്മാതാക്കളുടെ സംഘടനയും ചെന്നെത്തി നിൽക്കുന്നത് എന്ന് തന്നെയാണ് വ്യക്തമാണ്. ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത്. ഡാനി സൂചിപ്പിച്ചതുപോലെ സിനിമാ സംഘടനകൾക്കുള്ളിൽ ചേരിതിരിഞ്ഞുള്ള പോരാട്ടം രൂക്ഷമാകുന്നു. അമ്മ സംഘടനയ്ക്ക് പിന്നാലെയാണ് നിർമ്മാതാക്കളുടെ സംഘടനയിലും പ്രതിഷേധം, ഈ രീതിയിലുള്ള ഒരു മത്സരം ഉണ്ടാകുന്നത്. ഒരുപക്ഷെ പ്രതിഷേധ സൂചകമായിട്ടാകാം സാന്ദ്ര തോമസ് ഈ മത്സരത്തിനായി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നാമനിർദ്ദേശ പത്രിക നൽകിയതെങ്കിൽ പോലും ഒരുപക്ഷെ അവർക്ക് ഈ സിനിമാ സംഘടനകൾക്കുള്ളിൽ നിർമ്മാതാക്കളുടെ സംഘടനയിൽ നിന്നും പിന്തുണ ഉണ്ടായേക്കാം. പ്രതിഷേധ സൂചകമായി പർദ്ദ ധരിച്ചായിരുന്നു സാന്ദ്ര പത്രിക സമർപ്പിക്കാനായി എത്തിയത്. സ്പോട്ട് ലൈവ് പൂർണ്ണമാകുന്നു. നമസ്കാരം.